നമസ്കാരം. ഇന്ന് നമ്മളൊരു വലിയ യാത്ര പോവുകയാണ്. കാലങ്ങൾക്ക് പിന്നിലേക്ക്. മനുഷ്യരുടെ വികാരങ്ങളും സ്നേഹവും പകയും ധർമ്മവുമെല്ലാം കൂടിക്കലർന്ന ഒരു വലിയ ലോകത്തേക്ക്. ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിനു മുമ്പ് മനസ്സിന് ശാന്തതയും അതേസമയം ആഴത്തിലുള്ള ചിന്തകളും നൽകുന്ന ഒരു കഥ. അല്ല, വെറുമൊരു കഥയല്ലിത്. ഭാരതത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഇതിഹാസം. മഹാഭാരതം. കണ്ണുകൾ പതിയെ അടച്ചോളൂ, ശരീരമൊന്ന് അയച്ചിടൂ. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ ക്ഷീണങ്ങളും ചിന്തകളും ആകുലതകളും പുറത്തുവയ്ക്കാം. ഇപ്പോൾ നിങ്ങളും എന്റെ ശബ്ദവും പിന്നെ ഈ അനന്തമായ കഥയും മാത്രം. ഈ കഥ തുടങ്ങുന്നത് ഒരു വലിയ യുദ്ധത്തിലല്ല. അത് തുടങ്ങുന്നത് സ്നേഹത്തിലാണ്, കാത്തിരിപ്പിലാണ്. ശാന്തമായി ഒഴുകുന്ന ഗംഗാനദിയുടെ തീരത്താണ്. ശന്തനു മഹാരാജാവ്, ഹസ്തിനപുരം ഭരിച്ചിരുന്ന ചന്ദ്രവംശത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവ്. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും ഏകാന്തമായിരുന്നു, ഒരു കൂട്ടില്ലാത്ത യാത്ര പോലെ. ഒരു ദിവസം അദ്ദേഹം ഗംഗാനദിയുടെ തീരത്തുകൂടി നടക്കുകയായിരുന്നു. സായാഹ്ന സൂര്യന്റെ പൊൻവെളിച്ചം നദിയിലെ അലകളിൽ തട്ടിത്തിളങ്ങുന്നു. കാറ്റിൽ മുല്ലപ്പൂവിന്റെ ഗന്ധം. പെട്ടെന്നാണ് അദ്ദേഹം അവളെ കണ്ടത്. ഗംഗ ഒരു സാധാരണ സ്ത്രീയല്ല, സൗന്ദര്യത്തിന്റെ ആൾരൂപം. നദിയിൽ നിന്നുയർന്നുവന്ന ദേവതയെപ്പോലെ അവൾ നിന്നു. ശന്തനുവിന്റെ ഹൃദയം ആദ്യമായി ഒന്ന് പിടഞ്ഞു. അദ്ദേഹം അവളോട് തന്റെ പ്രണയമറിയിച്ചു. എന്റെ പത്നിയാകാമോ എന്ന് ചോദിച്ചു. ഗംഗ സമ്മതിച്ചു. പക്ഷെ അവളൊരു നിബന്ധന വെച്ചു. മഹാരാജാവേ, ഞാൻ ആര്, എന്ത്, എവിടെ നിന്ന് വരുന്നു എന്നങ്ങ് ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ഞാൻ എന്തു ചെയ്താലും അതിനെ ചോദ്യം ചെയ്യുന്നത് ചെയ്യരുത്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന നിമിഷം ഞാൻ അങ്ങേ വിട്ടുപോകും. പ്രണയത്താൽ അന്ധനായ ശന്തനു അത് സമ്മതിച്ചു. കാലം കടന്നുപോയി. അവർക്കൊരു കുഞ്ഞു ജനിച്ചു. ശന്തനുവിന്റെ സന്തോഷത്തിനതിരില്ലായിരുന്നു. തന്റെ വംശത്തിന്റെ അടുത്ത അവകാശി. പക്ഷേ അന്ന് രാത്രി തന്നെ ഗംഗ ആ കുഞ്ഞിനെയുമെടുത്ത് നദിയിലേക്ക് നടന്നു. ശന്തനു നടുങ്ങിപ്പോയി. ഒന്നും ചോദിക്കാൻ പാടില്ലെന്ന വാക്ക് അദ്ദേഹത്തെ വരിഞ്ഞുമുറുക്കി. ഗംഗ ആ പിഞ്ചുകുഞ്ഞിനെ നദിയിലെ ഒഴുക്കിലേക്കെറിഞ്ഞു. കുഞ്ഞൊഴുകിപ്പോയി. അവൾ തിരികെ വന്നു, മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ലാതെ. ഇതൊരിക്കൽ മാത്രം സംഭവിച്ചതല്ല. രണ്ടാമതും മൂന്നാമതും അങ്ങനെ 7 കുഞ്ഞുങ്ങളെ അവൾ ഗംഗയിലെറിഞ്ഞു. ശന്തനുവിന്റെ ഉള്ളിലെ പിബാവ് നീറിപ്പുകഞ്ഞു. ഓരോ തവണയും എന്തിനാ എന്ന് ചോദിക്കാൻ നാവു പൊങ്ങിയെങ്കിലും അവളെ നഷ്ടപ്പെടുമെന്ന ഭയം അദ്ദേഹത്തെ നിശബ്ദനാക്കി. പക്ഷെ 8ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ, ആ കുഞ്ഞിന്റെ ചിരി കണ്ടപ്പോൾ ശന്തനുവിന് പിടിച്ചു നിൽക്കാനായില്ല. ഗംഗ കുഞ്ഞുമായി നദിയിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹം ഓടിച്ചെന്ന് അവളുടെ കൈതടുത്തു. നിൽക്കൂ ഗംഗേ, നീ എന്താണീ ചെയ്യുന്നത്? സ്വന്തം മക്കളെ കൊല്ലാൻ എങ്ങനെയാണൊരു അമ്മയ്ക്ക് കഴിയുന്നത്? നിർത്തു ഈ ക്രൂരത. ഗംഗ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ സങ്കടമോ ദേഷ്യമോ ഇല്ലായിരുന്നു, ഒരു മന്ദഹാസം മാത്രം. മഹാരാജാവേ, അങ്ങ് വാക്ക് തെറ്റിച്ചു. ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. അവൾ തുടർന്നു. ഈ കുഞ്ഞുങ്ങൾ സാധാരണ മനുഷ്യരല്ല, ഇവർ വസുക്കളാണ്. ഒരു ശാപം കാരണം മനുഷ്യരായി ജനിക്കേണ്ടി വന്നവർ. ജനിച്ച ഉടനെ മരിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു, ശാപമോക്ഷത്തിനായി. അതുകൊണ്ടാണ് ഞാൻ അവരെ മോചിപ്പിച്ചത്. പക്ഷെ ഈ 8ാമത്തെ കുഞ്ഞ്, ഇവൻ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. ഇവനെ ഞാൻ കൊണ്ടുപോകുന്നു. വിദ്യാഭ്യാസമൊക്കെ നൽകി ഒരു വീരനായി ഞാൻ അങ്ങയ്ക്ക് തിരിച്ചു തരാം. അവർ ആ കുഞ്ഞിനെയും കൊണ്ട് അപ്രത്യക്ഷമായി. ശന്തനു തനിച്ചായി. വീണ്ടും ആ പഴയ ഏകാന്തത. പക്ഷെ ഇത്തവണ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. തന്റെ മകൻ തിരിച്ചുവരും. വർഷങ്ങൾ കടന്നുപോയി. ശന്തനുവിന്റെ യൗവനം മാറി നരകൾ വീണു തുടങ്ങി. ഒരു ദിവസം ഗംഗാതീരത്ത് അദ്ദേഹം ഒരു അത്ഭുതം കണ്ടു. നദിയിലെ ഒഴുക്ക് തടഞ്ഞു നിർത്തിക്കൊണ്ട് ശരങ്ങൾ കൊണ്ട് അണക്കെട്ട് തീർക്കുന്ന ഒരു ബാലൻ. തേജസ്സുള്ള മുഖം, ആയുധവിദ്യയിൽ അഗ്രഗണ്യൻ. ഗംഗ പ്രത്യക്ഷപ്പെട്ടു. ഇതാ അങ്ങയുടെ മകൻ, ദേവബ്രതൻ. വസിഷ്ഠനിൽ നിന്ന് വേദങ്ങളും പരശുരാമനിൽ നിന്ന് ആയുധവിദ്യയും പഠിച്ചവൻ. ഇവനെ അങ്ങ് സ്വീകരിച്ചാലും. അങ്ങനെ ദേവബ്രതൻ ഹസ്തിനപുരത്തേക്ക് വന്നു. ശന്തനും മകനെ യുവരാജാവായി പ്രഖ്യാപിച്ചു. ജനങ്ങൾക്കും അവനെ വലിയ ഇഷ്ടമായിരുന്നു. എല്ലാം ശുഭമായി പര്യവസാനിച്ചുവെന്ന് എല്ലാവരും കരുതി. പക്ഷെ വിധി അവിടെ പുതിയൊരു അധ്യായം തുറക്കുകയായിരുന്നു. ശന്തനുവിന്റെ ഏകാന്തത വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടി. ഒരു നാട്ടിനടുക്കിൽ യമുനാ നദിക്കരയിൽ വെച്ച് അദ്ദേഹം മറ്റൊരു പെൺകുട്ടിയെ കണ്ടു. സത്യവതി, മുക്കുവരാജാവിന്റെ മകൾ. വല്ലാത്തൊരു ഗന്ധമായിരുന്നു അവൾക്ക്, കസ്തൂരിയുടെ ഗന്ധം. യോജനഗന്ധി എന്നവളെ ആളുകൾ വിളിച്ചു. ശന്തനു അവളിലും അനുരക്തനായി. അദ്ദേഹം അവളുടെ അച്ഛന്റെ അടുത്തുപോയി വിവാഹാഭ്യർത്ഥന നടത്തി. പക്ഷേ ആ മുക്കുവരാജാവ് വെച്ച നിബന്ധന ഹസ്തിനപുരത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. മഹാരാജാവേ, എന്റെ മകൾക്ക് ജനിക്കുന്ന മകൻ രാജാവാകണം. എങ്കിൽ മാത്രമേ ഞാൻ അവളെ വിവാഹം കഴിച്ചു നൽകൂ. ശന്തനു ധർമ്മസങ്കടത്തിലായി. തന്റെ മൂത്ത മകൻ സർവ്വഗുണസമ്പന്നനായ ദേവബ്രതൻ അവിടെ യുവരാജാവായി നിൽക്കുന്നു. അവനെ മാറ്റാൻ ഒരച്ഛനും കഴിയില്ല. ശന്തനു നിരാശനായി കൊട്ടാരത്തിൽ തിരിച്ചെത്തി. അദ്ദേഹം ആരോടും ഒന്നും മിണ്ടിയില്ല, ആഹാരം കഴിച്ചില്ല, ശരീരം ക്ഷീണിച്ചു. ഇത് കണ്ട് മകൻ ദേവബ്രതൻ അന്വേഷിച്ചിറങ്ങി. അച്ഛന്റെ സങ്കടത്തിനു കാരണം തേരിൽ നിന്ന് സാരഥിയിൽ നിന്ന് അവൻ അറിഞ്ഞു. അവൻ നേരെ സത്യവതിയുടെ അച്ഛന്റെ അടുത്തേക്ക് പോയി.
നിങ്ങളുടെ മകളെ എന്റെ അച്ഛന് വിവാഹം ചെയ്തു നൽകൂ. ഞാൻ രാജാവാകില്ലെന്ന് നിങ്ങൾക്ക് വാക്ക് തരുന്നു. സത്യവതിയുടെ മകൻ തന്നെ രാജാവാകും. ദേവഭൃതൻ പറഞ്ഞു. പക്ഷേ മുക്കുവ രാജാവ് തൃപ്തനായില്ല. നീ രാജാവാകില്ലായിരിക്കും, പക്ഷെ നിന്റെ മക്കൾ, അവർ നാളെ അവകാശമുന്നയിച്ചാലോ? അവിടെ ആ നിമിഷം ദേവഭൃതൻ ആകാശത്തേക്ക് നോക്കി ഒരു ഭയങ്കര പ്രതിജ്ഞയെടുത്തു. ദേവന്മാരെപ്പോലും നടുങ്ങിയ ശപഥം. ഞാൻ ദേവഭൃതൻ ഇന്നിവിടെ വെച്ച് സത്യം ചെയ്യുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും രാജാവാകില്ല. മാത്രമല്ല, ഞാൻ വിവാഹം കഴിക്കില്ല. മരണം വരെ ഞാൻ ബ്രഹ്മചാരിയായിരിക്കും. എനിക്ക് മക്കളുണ്ടാകില്ല. അതിനാൽ നിങ്ങളുടെ മകളുടെ മക്കൾക്ക് എതിരാളികളുണ്ടാകില്ല. ആകാശത്തുനിന്ന് പൂമഴ പെയ്തു. ഭീഷ്മർ, ഭീഷ്മർ എന്ന വിളികൾ മുഴങ്ങി. ഭീഷ്മർ എന്നാൽ ഭയങ്കരമായ പ്രതിജ്ഞയെടുത്തവനെന്നർത്ഥം. അന്നുമുതൽ ദേവഭൃതൻ ഭീഷ്മരെന്നറിയപ്പെട്ടു. സ്വന്തം അച്ഛന്റെ ചെറിയൊരു സന്തോഷത്തിനുവേണ്ടി തന്റെ ജീവിതം മുഴുവൻ ത്യജിച്ച മകൻ. ആ ത്യാഗമാണ് മഹാഭാരതത്തിന്റെ അടിത്തറ. ഭീഷ്മരുടെ ആ വലിയ ത്യാഗത്തിനു മുകളിൽ പടുത്തുയർത്തപ്പെട്ടതാണ് ഹസ്തിനപുരത്തിന്റെ പിന്നീടുള്ള ചരിത്രം. ശന്തനുവിന് സത്യവതിയെ ലഭിച്ചു. അവർക്ക് 2 മക്കൾ ജനിച്ചു, ചിത്രംഗാതനും വിചിത്രവീര്യനും. ശന്തനുവിന്റെ കാലശേഷം ഭീഷ്മർ അവരെ സംരക്ഷിച്ചു. ചിത്രംഗാതൻ ചെറുപ്പത്തിൽ തന്നെ ഒരു ഗന്ധർവനുമായുള്ള യുദ്ധത്തിൽ മരിച്ചു. പിന്നെ രാജാവായത് വിചിത്രവീര്യനാണ്. വിചിത്രവീര്യന് വിവാഹപ്രായമായി. കാശി രാജാവിന്റെ 3 പുത്രിമാർക്ക് അംബ, അംബിക, അംബാലിക എന്നിവർക്ക് സ്വയംവരം നിശ്ചയിച്ചു. ഭീഷ്മർ തന്റെ സഹോദരനുവേണ്ടി അവരെ 3 പേരെയും ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുവന്നു. അന്ന് വീണ്ടും ഒരു വിധി അവിടെ കുറിക്കപ്പെട്ടു. മൂത്തവളായ അംബ പറഞ്ഞു, എനിക്ക് സാൽവരാജാവിനെ ഇഷ്ടമാണ്. ഭീഷ്മർ മാന്യമായി അവളെ സാൽവന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. പക്ഷേ സാൽവൻ അവളെ സ്വീകരിച്ചില്ല. മറ്റൊരാൾ പിടിച്ചുകൊണ്ടുപോയ പെണ്ണിനെ എനിക്ക് വേണ്ട എന്നവൻ പറഞ്ഞു. അംബ തിരികെ ഭീഷ്മരുടെ അടുത്തെത്തി. അങ്ങ് കാരണം എനിക്കെന്റെ കാമുകനെ നഷ്ടമായി. അതിനാൽ അങ്ങ് എന്നെ വിവാഹം കഴിക്കണം. ബ്രഹ്മചാരിയായ ഭീഷ്മർക്ക് അത് സാധിക്കുമായിരുന്നില്ല. അംബയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി. അവൾ ശപഥം ചെയ്തു, എന്റെ ഈ ഗതികേടിന് കാരണം ഭീഷ്മരാണ്. എന്റെ പുനർജന്മത്തിൽ ഞാൻ ഭീഷ്മരുടെ മരണത്തിന് കാരണമാകും. അവൾ തീയിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഈ തീ നാളെ കുരുക്ഷേത്രയുദ്ധത്തിൽ ശിഖണ്ഡിയായി തിരികെ വരും. അങ്ങനെ അംബികയും അംബാലികയും വിചിത്രവീരന്റെ ഭാര്യമാരായി. പക്ഷെ വിധി വീണ്ടും വില്ലനായി. മക്കളുണ്ടാകുന്നതിനു മുമ്പുതന്നെ വിചിത്രവീരൻ രോഗബാധിതനായി മരിച്ചു. ഹസ്തിനപുരം രാജാവില്ലാതെ, അനന്തരാവകാശികളില്ലാതെ അനാഥമായി. സത്യവതി ഭീഷ്മരോട് പറഞ്ഞു, നീ വിവാഹം കഴിച്ച് വംശം നിലനിർത്തൂ. പക്ഷേ ഭീഷ്മർ പറഞ്ഞു, അമ്മേ, ഞാൻ എടുത്ത പ്രതിജ്ഞ, അത് ത്രിലോകങ്ങൾ തകർന്നാലും ഞാൻ മാറ്റില്ല. വംശം അറ്റുപോകുമെന്ന അവസ്ഥ. അപ്പോഴാണ് സത്യവതി തന്റെ പഴയ ഒരു രഹസ്യം ഓർക്കുന്നത്. ശന്തനുവിനെ കാണുന്നതിനു മുമ്പ് പരാശരമുനിയിൽ തനിക്ക് ജനിച്ചൊരു മകനുണ്ട്, വേദവ്യാസൻ. ഇരുണ്ട നിറമുള്ള ദ്വീപിൽ ജനിച്ച കൃഷ്ണദ്വൈപാരനൻ. സത്യവതി വ്യാസനെ വിളിച്ചു വരുത്തി. മകനെ, ഈ രാജവംശം നിലനിർത്താൻ നീ സഹായിക്കണം. നിന്റെ സഹോദരന്റെ വിധവകളായ അംബികയിലും അംബാലികയിലും നീ മക്കളെ നൽകണം. വ്യാസൻ സമ്മതിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ രൂപം കണ്ട് അംബിക പേടിച്ച് കണ്ണുകളടച്ചു കളഞ്ഞു. അതിനാൽ അവൾക്ക് ജനിച്ച കുട്ടി അന്ധരായിപ്പോയി. അവനാണ് ധൃതരാഷ്ട്രർ. അംബാലിക വ്യാസനെ കണ്ട് ഭയന്ന് വിളറിപ്പോയി. അതിനാൽ അവൾക്ക് ജനിച്ച കുട്ടി വിളറിയ നിറമുള്ളവനായി. അവനാണ് പാണ്ഡു. ഇവർക്കു പുറമെ വ്യാസന്റെ സാന്നിധ്യം അറിഞ്ഞൊരു തോഴിക്ക് വളരെ ബുദ്ധിമാനായൊരു കുട്ടി ജനിച്ചു. അവനാണ് വിതുരർ. ഇവിടെ ഈ 3 പേരിലൂടെയാണ് കുരുവംശം 2ആയി പിരിയുന്നത്. അന്ധനായ ധൃതരാഷ്ട്രർ, രോഗിയായ പാണ്ഡു, നീതിമാനായ വിതുരർ. ഇവർ വളർന്നുവരികയാണ്. ഒരു വലിയ കൊടുങ്കളറ്റ് വരാനിരിക്കുന്നു എന്നറിയാതെ ഹസ്തിനപുരം ഉറങ്ങിക്കിടന്നു. ഇനി എന്താണ് സംഭവിക്കുക? ഈ സഹോദരങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ഭാരതത്തിന്റെ ചരിത്രം മാറ്റിവരച്ചത്? നമുക്കടുത്ത ഭാഗത്ത് കേൾക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹസ്തിനപുരത്തിന്റെ പുതിയ തലമുറയെക്കുറിച്ചാണ്. ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരർ. ഭീഷ്മരുടെ ശിക്ഷണത്തിലാണ് അവർ മൂവരും വളർന്നത്. ആയോധനവിദ്യയും വേദങ്ങളും രാജനീതിയുമെല്ലാം അവർ പഠിച്ചു. മൂവരും സമർത്ഥരായിരുന്നു. ശാരീരികമായി ധൃതരാഷ്ട്രർക്ക് 10 ആനകളുടെ കരുത്തുണ്ടായിരുന്നു. പക്ഷെ കണ്ണിന്റെ കാഴ്ചയില്ല എന്നത് വലിയൊരു കുറവായി നിന്നു. പാണ്ഡു വില്ലാളി വീരനായിരുന്നു. വിതുരരാകട്ടെ ധർമ്മത്തിന്റെ ആൾരൂപവും അതിബുദ്ധിമാനുമായിരുന്നു. രാജാവാകാനുള്ള പ്രായമായപ്പോൾ വീണ്ടും പ്രശ്നം വന്നു. മൂത്ത മകൻ ധൃതരാഷ്ട്രരാണ്. നിയമപ്രകാരം അദ്ദേഹമാണ് രാജാവാകേണ്ടത്. പക്ഷെ അന്ധനായൊരാൾക്ക് രാജാവാകാൻ യോഗ്യതയില്ലാന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. കാരണം പ്രജകളെ കാണാൻ കഴിയാത്തവന് അവരെ സംരക്ഷിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഇളയവനായ പാണ്ഡുവിനെ രാജാവായി അഭിഷേകം ചെയ്തു.
ഇത് ധൃതരാഷ്ട്രരുടെ മനസ്സിൽ വലിയൊരു മുറിവുണ്ടാക്കി. പുറമേ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ വല്ലാത്തൊരു അപകർഷതാബോധവും അധികാരത്തോടുള്ള ആർത്തിയും വളരാൻ തുടങ്ങി. എന്റെ കണ്ണുപോയത് എന്റെ കുറ്റമാണോ? എന്തിനെനിക്ക് രാജാവകാശം നിഷേധിച്ചു എന്ന ചോദ്യം അദ്ദേഹത്തെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. ഈ വിത്ത് തന്നെയാണ് പിന്നീട് മഹാഭാരതം യുദ്ധമെന്ന വൻ മരമായി വളർന്നത്. ഭീഷ്മർ ഇവർക്ക് വിവാഹം ആലോചിച്ചു. ഗാന്ധാരദേശത്തെ, അതായത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ രാജകുമാരിയായ ഗാന്ധാരിയെ ധൃതരാഷ്ട്രർക്ക് വധുവായി നിശ്ചയിച്ചു. ഗാന്ധാരി ശിവഭക്തയും സുന്ദരിയുമായിരുന്നു. തന്റെ ഭർത്താവ് അന്ധനാണെന്നറിഞ്ഞപ്പോൾ അവൾ ഒരു വലിയ ത്യാഗം ചെയ്തു. എന്റെ ഭർത്താവിന് കാണാൻ കഴിയാത്ത ഈ ലോകം എനിക്കും കാണണ്ട എന്ന് പറഞ്ഞ അവൾ സ്വന്തം കണ്ണുകൾ ഒരു പട്ടുതൂവാല കൊണ്ട് കെട്ടി. ജീവിതകാലം മുഴുവൻ അവൾ അതഴിച്ചില്ല. ഭർത്താവിന്റെ വേദനയിൽ പങ്കുചേർന്ന ആ മഹാസതിയുടെ ത്യാഗം, പക്ഷേ അതും വിധിയുടെ മറ്റൊരു ക്രൂര വിനോദമായിരുന്നു. ഗാന്ധാരിയുടെ സഹോദരൻ ശകുനി ഇത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. തന്റെ പ്രിയപ്പെട്ട സഹോദരി അന്ധനായ ഒരാളുടെ ഭാര്യയാകുക, അതും പോരാഞ്ഞ് കണ്ണുകെട്ട് ജീവിക്കുക. ഭീഷ്മരോടും കുരുവംശത്തോടും ശകുനിക്ക് കടുത്ത പക തോന്നി. അദ്ദേഹം ഹസ്തിനപുരത്ത് തന്നെ തങ്ങി ആ വംശത്തെ നശിപ്പിക്കാൻ അവസരം കാത്തുനിന്നു. പാണ്ഡുവിനാകട്ടെ 2 ഭാര്യമാരുണ്ടായിരുന്നു. കുന്തിഭോജന്റെ മകൾ കുന്തിയും മദ്രരാജന്റെ മകൾ മാദ്രിയും. കുന്തിക്ക് ചെറുപ്പത്തിൽ തന്നെ ദുർവാസമഹർഷിയിൽ നിന്നൊരു വരം ലഭിച്ചിരുന്നു. ഏതെങ്കിലും ദേവനെ മനസ്സിൽ ധ്യാനിച്ചൊരു മന്ത്രം ജപിച്ചാൽ ആ ദേവന്റെ മകൻ അവൾക്ക് ജനിക്കും. കൗതുകത്തിനുവേണ്ടി അവൾ സൂര്യദേവനെ വിളിച്ചു. അങ്ങനെ വിവാഹത്തിനു മുമ്പുതന്നെ അവൾക്ക് കവചകുണ്ടലങ്ങളോടെ ഒരു മകൻ ജനിച്ചു, കർണൻ. മാനക്കേട് ഭയന്ന് കുന്തി ആ കുഞ്ഞിനെ ഒരു പേടകത്തിലാക്കി നദിയിലൊഴുക്കി. ഒരു തേരാളിയായ അധിരഥനും ഭാര്യ രാധയുമാണ് അവനെ എടുത്തു വളർത്തിയത്. അങ്ങനെ സൂര്യപുത്രനായ കർണൻ സൂതപുത്രനായി വളർന്നു. ഈ രഹസ്യം കുന്തിയുടെ നെഞ്ചിൽ എപ്പോഴും ഒരു കനലായി കിടന്നു. അങ്ങനെയിരിക്കെ പാണ്ഡുവിന് ഒരു വലിയ ദുരന്തം സംഭവിച്ചു. നായാട്ടിനിടയിൽ അബദ്ധത്തിൽ അദ്ദേഹം ഒരു മുനിയെയും പത്നിയെയും വധിച്ചു. മരിക്കും മുമ്പ് ആ മുനി പാണ്ഡുവിനെ ശപിച്ചു. നീ എപ്പോഴാണോ നിന്റെ ഭാര്യയെ കാമത്തോടെ സമീപിക്കുന്നത്, അപ്പോൾ നീ മരിക്കും. ശാപം ഭയന്ന് പാണ്ഡു രാജ്യമുപേക്ഷിച്ച് ഭാര്യമാരായ കുന്തിയെയും മാദ്രിയെയും കൂട്ടി കാട്ടിലേക്ക് പോയി തപസ്സു ചെയ്യാൻ തീരുമാനിച്ചു. രാജഭരണം താൽക്കാലികമായി ധൃതരാഷ്ട്രരെ ഏൽപ്പിച്ചു. അന്ധനാണെങ്കിലും കിട്ടിയ അധികാരം ധൃതരാഷ്ട്രർക്ക് വലിയ ആശ്വാസമായിരുന്നു. കാട്ടിൽ വെച്ച് പാണ്ഡുവിന് മക്കളുണ്ടാകില്ല എന്ന സങ്കടം വന്നു. അപ്പോഴാണ് കുന്തി തന്റെ വരത്തെക്കുറിച്ച് പറയുന്നത്. പാണ്ഡുവിന്റെ സമ്മതത്തോടെ കുന്തി മന്ത്രം ജപിച്ചു. ആദ്യം യമധർമ്മനെ വിളിച്ചു. ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ ജനിച്ചു. പിന്നെ വായുദേവനെ വിളിച്ചു. കരുത്തനായ ഭീമൻ ജനിച്ചു. പിന്നെ ഇന്ദ്രനെ വിളിച്ചു. വീരനായ അർജുനൻ ജനിച്ചു. കുന്തി ആ മന്ത്രം മാദ്രിക്കും ഉപദേശിച്ചു. മാദ്രി അശ്വിനി ദേവകളെ വിളിച്ചു. അവൾക്ക് നകുലനും സഹദേവനും ജനിച്ചു. അങ്ങനെ പാണ്ഡുവിന് 5 മക്കൾ, പഞ്ചപാണ്ഡവർ. അവർ കാട്ടിലെ ആശ്രമത്തിൽ വളർന്നു. അതേസമയം ഹസ്തിനപുരത്ത് ഗാന്ധാരി ഗർഭിണിയായി. പക്ഷേ 2 വർഷമായിട്ടും പ്രസവം നടന്നില്ല. കുന്തിക്ക് മകൻ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ഗാന്ധാരിക്ക് അസൂയയും സങ്കടവും വന്നു. അവൾ തന്റെ വയറ്റിലിടിച്ചു. ഒരു മാംസപിണ്ഡമാണ് പുറത്തുവന്നത്. വ്യാസൻ അവിടെയെത്തി. ആ മാംസപിണ്ഡത്തെ 101 കഷണങ്ങളാക്കി നെയ് നിറച്ച കുടങ്ങളിൽ സൂക്ഷിക്കാൻ പറഞ്ഞു. കാലം തികഞ്ഞപ്പോൾ ആ കുടങ്ങളിൽ നിന്ന് 100 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ജനിച്ചു. മൂത്തവൻ ദുര്യോധനൻ. ജനിച്ചപ്പോൾ തന്നെ അവൻ കഴുതയെപ്പോലെ കരഞ്ഞു. പ്രകൃതിയിൽ ദുർനിമിത്തങ്ങൾ കണ്ടു. ഇവൻ വംശത്തെ നശിപ്പിക്കും എന്ന് വിതുരൽ പറഞ്ഞു. പക്ഷേ പുത്രസ്നേഹം കാരണം ധൃതരാഷ്ട്രർക്ക് അതിന് കഴിഞ്ഞില്ല. രണ്ടാമൻ ദുശ്ശാസനൻ. അങ്ങനെ 100 പേർ, കൗരവർ. ഏക സഹോദരി ദുശ്ശള. ദുര്യോധനനും ഭീമനും ഒരേ ദിവസമാണ് ജനിച്ചത്. അന്നേ തുടങ്ങിയതാണ് അവരുടെ മത്സരം. കാട്ടിൽ വെച്ച് ഒരു വസന്തകാലത്ത് പാണ്ഡുവിന് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു. അദ്ദേഹം മാദ്രിയെ സ്പർശിച്ചു. ശാപം ഫലിച്ചു. പാണ്ഡു മരിച്ചു. ഭർത്താവിന്റെ മരണത്തിന് താനാണ് കാരണമെന്ന കുറ്റബോധത്താൽ മാദ്രി പാണ്ഡുവിന്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു. മരിക്കുന്നതിനു മുമ്പ് നകുലിനെയും സഹദേവനെയും അവൾ കുന്തിയെ ഏൽപ്പിച്ചു. എന്നേക്കാൾ സ്നേഹത്തോടെ നീ ഇവരെ നോക്കണം എന്നു പറഞ്ഞു. അങ്ങനെ കുന്തി 5 മക്കളുമായി ഹസ്തിനപുരത്തേക്ക് മടങ്ങി. വിധവയായ അമ്മയും 5 ആൺമക്കളും. അവർ കൊട്ടാരത്തിലെത്തിയപ്പോൾ അതൊരു പുതിയ തുടക്കമായിരുന്നില്ല, വലിയൊരു യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു. പാണ്ഡവർ കാട്ടിൽ നിന്ന് വന്നവരാണെങ്കിലും അവർക്ക് നല്ല തേജസ്സുണ്ടായിരുന്നു. നാട്ടുകാർക്കും ഭീഷ്മർക്കും അവരെ വലിയ ഇഷ്ടമായി. ഇത് കൗരവർക്ക്, പ്രത്യേകിച്ച് ദുര്യോധനന് ഒട്ടും സഹിച്ചില്ല. എന്റെ അച്ഛനാണ്
ഇപ്പോൾ രാജാവ്, അപ്പോൾ ഞാനാണ് അടുത്ത രാജാവാകേണ്ടത്. ഈ കാട്ടിൽ നിന്ന് വന്നവർക്ക് ഇവിടെ എന്ത് കാര്യം എന്ന ചിന്ത അവന്റെ മനസ്സിൽ വിഷം നിറച്ചു. ശകുനി ആ വിഷത്തിന് വീര്യം കൂട്ടി. മരുമകനെ, പാണ്ഡവർ വളർന്നാൽ നിനക്ക് രാജ്യം കിട്ടില്ല, അവരെ മുളയിൽ നുള്ളണം എന്ന് ശകുനി ഉപദേശിച്ചു. കുട്ടിക്കാലത്തെ കളികളിൽ പോലും ഈ പക നിഴലിച്ചു. ഭീമൻ വലിയ ശക്തിമാനായിരുന്നു. അവൻ കൗരവരെ തമാശയ്ക്ക് പിടിച്ചു തള്ളുകയും മുടിക്കു പിടിച്ചു വലിക്കുകയും ചെയ്യുമായിരുന്നു. അതുവറും കുട്ടിക്കളിയായിരുന്നെങ്കിലും ദുര്യോധനൻ അതിനെ വലിയ അപമാനമായി കണ്ടു. ഒരു ദിവസം ദുര്യോധനൻ ക്രൂരമായൊരു പദ്ധതിയിട്ടു: ഭീമനെ കൊല്ലുക. അവർ ഗംഗാതീരത്ത് കളിക്കാൻ പോയി. പ്രമാണക്കോടി എന്ന സ്ഥലം. അവിടെ വെച്ച് ഭീമന് വിഷം ചേർത്ത പായസം കൊടുത്തു. ഭീമൻ ബോധം കെട്ടുവീണു. ദുര്യോധനനും സഹോദരങ്ങളും ചേർന്ന് വള്ളികളുപയോഗിച്ച് ഭീമനെ കെട്ടി ഗംഗാനദിയിലെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടു. നദിയിലെ ഒഴുക്കിൽപ്പെട്ട് ഭീമൻ നാഗലോകത്തെത്തി. അവിടെ വിഷമുള്ള പാമ്പുകൾ ഭീമനെ കടിച്ചു. ആശ്ചര്യമെന്നു പറയട്ടെ, പാമ്പിൻ വിഷം ഉള്ളിലുള്ള വിഷത്തെ നിർവീര്യമാക്കി. ഭീമൻ ഉണർന്നു. നാഗങ്ങൾ അവനെ ആക്രമിക്കാൻ വന്നു. ഭീമൻ എല്ലാവരെയും അടിച്ചൊതുക്കി. നാഗരാജാവായ വാസുകി അവിടെയെത്തി. ഭീമൻ തന്റെ ബന്ധുവാണെന്ന്, അതായത് കുന്തിയുടെ അച്ഛന്റെ വശത്തുനിന്ന് വാസുകി തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഭീമന് രസകുണ്ടങ്ങൾ കുടിക്കാൻ കൊടുത്തു. 1000 ആനകളുടെ കരുത്ത് നൽകുന്ന ഔഷധം. അങ്ങനെ മരിക്കേണ്ട ഭീമൻ 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചുവന്നു. ഭീമൻ തിരിച്ചുവന്നപ്പോൾ കുന്തിക്കും സഹോദരങ്ങൾക്കും സന്തോഷമായി. പക്ഷേ വിതുരർ പറഞ്ഞു, ഇപ്പോഴൊന്നും പുറത്തു പറയണ്ട, ശത്രുക്കൾ ജാഗ്രതയിലാണ്, മൗനമായിരിക്കുക. പാണ്ഡവർക്ക് മനസ്സിലായി, തങ്ങൾ ജീവിക്കുന്നത് ശത്രുക്കളുടെ നടുവിലാണെന്ന്. സ്വന്തം വീടവർക്ക് സുരക്ഷിതമല്ല. കാലം കടന്നുപോയി. രാജകുമാരന്മാർക്ക് ആയുധവിദ്യ പഠിക്കാൻ ഗുരുവിനെ ആവശ്യമായി വന്നു. അപ്പോഴാണ് ആചാര്യൻ ദ്രോണർ ഹസ്തിനപുരത്തെത്തുന്നത്. ദ്രോണർ വെറുമൊരു ഗുരുവായിരുന്നില്ല. വലിയ ഒരു പകയുടെ കഥ അദ്ദേഹത്തിനും പറയാനുണ്ടായിരുന്നു. പാഞ്ചാൽ രാജാവായ ദ്രുപദനോടുള്ള പക. എന്താണ് ദ്രോണരും ദ്രുപദനും തമ്മിലുള്ള കഥ? അതെങ്ങനെയാണ് പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിതത്തെ ബാധിച്ചത്? നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം. ദ്രോണർ വെറുമൊരു ആയുധഗുരു മാത്രമായിരുന്നില്ല അദ്ദേഹം. ഉള്ളിൽ തീക്ഷ്ണമായ ഒരു പകയുടെ കനൽ സൂക്ഷിച്ച ബ്രാഹ്മണൻ. ദ്രോണരും ദ്രുപദം, പാഞ്ചാല രാജകുമാരൻ ഒരേ ഗുരുകുലത്തിലാണ് പഠിച്ചത്, ഭരദ്വാജമുനിയുടെ ആശ്രമത്തിൽ. കുട്ടിക്കാലത്ത് അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു. കളിക്കിടയിൽ ദ്രുപദൻ ദ്രോണരോട് പറയുമായിരുന്നു, ദ്രോണ, ഞാൻ വലുതായി രാജാവാകുമ്പോൾ എന്റെ രാജ്യത്തിന്റെ പകുതി നിനക്ക് തരും. നീ എന്റെ ഉറ്റ തോഴനല്ലേ? ദ്രോണർ അത് സത്യമാണെന്ന് കരുതി. കാലം മാറി. ദ്രുപദൻ പാഞ്ചാല രാജാവായി. ദ്രോണരാകട്ടെ ദരിദ്രനായ ഒരു ബ്രാഹ്മണനായി തുടർന്നു. കൃപി എന്ന ഭാര്യയും അശ്വത്ഥാമാവ് എന്ന മകനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദാരിദ്ര്യം എത്രത്തോളമായിരുന്നുവെന്നാൽ കൂട്ടുകാർ പാൽ കുടിക്കുന്നത് കണ്ട് കൊതിച്ച അശ്വത്ഥാമാവിന് അരിമാവ് വെള്ളത്തിൽ കലക്കി ഇതാണ് പാലെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. മകനത് രുചിയോടെ കുടിക്കുന്നത് കണ്ട് ദ്രോണരുടെ ഹൃദയം തകർന്നു. സഹായം ചോദിക്കാൻ അദ്ദേഹം പഴയ സുഹൃത്തു ദ്രുപദന്റെ കൊട്ടാരത്തിൽ പോയി. സുഹൃത്തേ, ഞാൻ നിന്റെ പഴയ തോഴൻ ദ്രോണരാണ്. നീ പണ്ട് പറഞ്ഞ വാക്കോർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അധികാരത്തിന്റെ ലഹരിയിലായിരുന്ന ദ്രുപദൻ അദ്ദേഹത്തെ അപമാനിച്ചു. ഒരു രാജാവിന് സുഹൃത്തായി രാജാവു മാത്രമേ ഉണ്ടാകൂ. ഒരു ദരിദ്ര ബ്രാഹ്മണൻ എങ്ങനെയാണ് എന്റെ സുഹൃത്താവുക? നിനക്ക് ഭിക്ഷ വേണമെങ്കിൽ തരാം, പക്ഷേ സൗഹൃദം അവകാശപ്പെടരുത്. ദ്രോണർ അവിടെ വെച്ച് ശപഥം ചെയ്തു. ഇല്ല ദ്രുപദ, നിന്റെ ഈ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. നിന്നെ എന്റെ ശിഷ്യന്മാരെക്കൊണ്ട് പിടിച്ചു കെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവരും. അങ്ങനെയാണ് ദ്രോണർ ഹസ്തിനപുരത്തെത്തുന്നത്. ഭീഷ്മർ അദ്ദേഹത്തെ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായി നിയമിച്ചു. ദ്രോണർക്ക് അർജുനനോട് പ്രത്യേക വാത്സല്യമായിരുന്നു. കാരണം അർജുനന്റെ ഏകാഗ്രതയും സമർപ്പണവും അത്ര വലുതായിരുന്നു. രാത്രിയിൽ ഇരുട്ടത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കൃത്യമായി വായിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ച അർജുനൻ, ഇരുട്ടത്ത് ഭക്ഷണം കഴിക്കാമെങ്കിൽ എന്തിന് അമ്പ ഇതുകൂടാ എന്ന് ചിന്തിച്ച് രാത്രിയിലും അഭ്യാസം നടത്തിയിരുന്നു. ഈ സമയത്താണ് മറ്റൊരു പ്രധാന സംഭവം നടക്കുന്നത്. ഏകലവ്യൻ. നിഷാദരാജാവായ ഹിരണ്യധനുസിന്റെ മകൻ ഏകലവ്യൻ ദ്രോണരുടെ അടുത്ത് വിദ്യ പഠിക്കാൻ വന്നു. പക്ഷെ താഴ്ന്ന ജാതിക്കാരനാണെന്ന കാരണത്താലും അർജുനന് നൽകിയ വാക്ക് പാലിക്കാനും ദ്രോണർ ഏകലവ്യനെ ശിഷ്യനായി സ്വീകരിച്ചില്ല. ഏകലവ്യൻ കാട്ടിൽ പോയി ദ്രോണരുടെ ഒരു മൺപ്രതിമയുണ്ടാക്കി അതിനെ ഗുരുവായി സങ്കൽപ്പിച്ച് വിദ്യ പഠിച്ചു. അവൻ അർജുനനേക്കാൾ വേഗത്തിൽ അമ്പയ്യാൻ പഠിച്ചു. ഇതറിഞ്ഞ ദ്രോണർ കാട്ടിലെത്തി ഏകലവ്യനോട് ഗുരുദക്ഷിണ ചോദിച്ചു. നിന്റെ വലതു കൈയിലെ തള്ളവിരൽ എനിക്ക് തരണം.
ഒരു മടിയും കൂടാതെ ചിരിച്ചുകൊണ്ട് ഏകലവ്യൻ തന്റെ തള്ളവിരൽ മുറിച്ചു ഗുരുവിന് നൽകി. ദ്രോണരുടെ ക്രൂരതയായി ഇത് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. പക്ഷേ അർജുനനെ ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയാക്കാൻ ദ്രോണർക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അർജുനന്റെ വിദ്യാഭ്യാസം പൂർത്തിയായി. അരങ്ങേറ്റം നടത്തുന്ന ദിവസം വന്നു. സ്റ്റേഡിയം നിറയെ ജനങ്ങൾ, രാജാക്കന്മാർ, ഭീഷ്മർ, കൃപർ, ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തി എല്ലാവരുമുണ്ട്. പാണ്ഡവരും കൗരവരും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു. ഭീമനും ദുര്യോധനനും തമ്മിലുള്ള ഗദായുദ്ധം ഒരു യഥാർത്ഥ യുദ്ധം പോലെയായി. ഗുരുവിടപെട്ടത് നിർത്തിച്ചു. അവസാനം അർജുനൻ വന്നു. ദിവ്യാസ്ത്രങ്ങൾ കാണിച്ചവൻ എല്ലാവരെയും അമ്പരപ്പിച്ചു. ജനങ്ങൾ ആവേശത്തോടെ കൈയടിച്ചു. അപ്പോഴാണ് ഇഴിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ടത്. വാതിലിലൂടെ കവചകുണ്ടലങ്ങളോടെ സൂര്യനെപ്പോലെ തേജസ്സുള്ള ഒരു യുവാവ് കടന്നുവന്നു. കർണൻ. അവൻ അർജുനൻ ചെയ്ത എല്ലാ വിദ്യകളും നിഷ്പ്രയാസം ചെയ്തു കാണിച്ചു. എന്നിട്ട് അർജുനനെ വെല്ലുവിളിച്ചു. അർജുനാ, നീ വലിയ ആളാണെന്ന് കരുതരുത്. നിന്നേക്കാൾ കേമൻ ഞാനാണ്. ധൈര്യമുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യ്. അർജുനൻ പകച്ചുപോയി. കൃപർ ചോദിച്ചു, നീ ആരാണ്? രാജകുമാരന്മാരോടെ യുദ്ധം ചെയ്യൂ. നിന്റെ കുലമേതാണ്? കർണൻ തലതാഴ്ത്തി നിന്നു. അവൻ സൂതപുത്രനാണല്ലോ. ആ നിമിഷം അർജുനന്റെ ശത്രുവിനെ കണ്ടപ്പോൾ ദുര്യോധനൻ ചാടി വീണു. വീരന്മാർക്കെന്ത് ജാതി? കഴിവാണ് പ്രധാനം. കർണൻ രാജാവല്ലെങ്കിൽ ഇതാ, ഞാനിപ്പോൾ അവനെ അംഗരാജാവായി പ്രഖ്യാപിക്കുന്നു. അവിടെ വെച്ച് തന്നെ ദുര്യോധനൻ കർണനെ അംഗരാജ്യത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. കർണൻ കണ്ണീരോടെ ചോദിച്ചു, സുഹൃത്തേ, ഇതിനു പകരമായി ഞാൻ എന്ത് നൽകാം? ദുര്യോധനൻ പറഞ്ഞു, നിന്റെ സൗഹൃദൻ മാത്രം മതി. അന്ന് ആ രംഗഭൂമിയിൽ വെച്ച് മഹാഭാരതത്തിലെ ഏറ്റവും ശക്തമായ സൗഹൃദം ജനിച്ചു. ധർമ്മത്തിനും അധർമ്മത്തിനും അപ്പുറമുള്ള സൗഹൃദം. ഇതുകണ്ട് ഗാലറിയിലിരുന്ന കുന്തി മോഹാലസ്യപ്പെട്ടു വീണു. കാരണം തന്റെ മൂത്തമകൻ തന്റെ ഇളയമകനെ വെല്ലുവിളിക്കുന്നത് കാണാനുള്ള ശക്തി ആ അമ്മയ്ക്കുണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ദ്രോണർ ഗുരുദക്ഷിണ ചോദിച്ചു. പാഞ്ചാല രാജാവായ ദ്രുപദനെ പിടിച്ചെന്റെ മുന്നിൽ കൊണ്ടുവരണം. കൗരവരാദ്യം പോയി. പക്ഷെ ദ്രുപദൻ അവരെ തോൽപ്പിച്ചോടിച്ചു. പിന്നെ പാണ്ഡവർ പോയി. അർജുനൻ ദ്രുപദനെ പിടിച്ചുകെട്ടി ദ്രോണരുടെ മുന്നിൽ കൊണ്ടുവന്നു. ദ്രോണർ ചിരിച്ചു. ദ്രുപദ, ഇപ്പോൾ നിന്റെ രാജ്യം എന്റെ കയ്യിലാണ്. പക്ഷേ ഞാൻ പഴയ സൗഹൃദം മറക്കുന്നില്ല. നിന്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു. ഇപ്പോൾ നമ്മൾ തുല്യരാണ്, രാജാവും രാജാവുമായി. ദ്രുപദൻ അപമാനിതനായി തിരിച്ചുപോയി. ആ അപമാനം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കനലായി കിടന്നു. ദ്രോണരെ കൊല്ലാൻ കഴിയുന്ന ഒരു മകനെയും അർജുനനെ വിവാഹം കഴിക്കാൻ കഴിയുന്ന ഒരു മകളെയും ലഭിക്കാൻ അദ്ദേഹം വലിയൊരു യാഗം നടത്തി. ആ യാഗത്തിൽ നിന്ന് തീയിൽ നിന്ന് ജനിച്ചവരാണ് ദൃഷ്ടദ്യുമ്നനും ദ്രൗപദിയും. ദൃഷ്ടദ്യുമ്നനാണ് പിന്നീട് ദ്രോണരെ കൊല്ലുന്നത്. ഹസ്തിനപുരത്ത് കാര്യങ്ങൾ വീണ്ടും വഷളായി. യുധിഷ്ഠിരനെ യുവരാജാവായി പ്രഖ്യാപിച്ചു. ജനങ്ങൾ പാണ്ഡവരെ വല്ലാതെ സ്നേഹിച്ചു. ദുര്യോധനന് ഇത് സഹിക്കാനായില്ല. അവൻ ശകുനിയുമായി ചേർന്ന് പാണ്ഡവരെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അരക്കില്ലം. വാരണാവതം എന്ന സ്ഥലത്ത് ഒരു ഉത്സവമുണ്ട്. അവിടെ അമ്മയോടൊപ്പം പോയി താമസിക്കാൻ ധൃതരാഷ്ട്രർ പാണ്ഡവരോട് പറഞ്ഞു. അവർക്ക് താമസിക്കാൻ നിർമ്മിച്ച കൊട്ടാരം അരക്ക്, മെഴുക്, നെയ്യ് തുടങ്ങിയ എളുപ്പത്തിൽ കത്തുന്ന വസ്തുക്കൾ കൊണ്ടാണുണ്ടാക്കിയത്. പദ്ധതി ഇതായിരുന്നു: പാണ്ഡവർ ഉറങ്ങുമ്പോൾ കൊട്ടാരത്തിന് തീയിടുക. എല്ലാവരും വെന്തുമരിക്കും. അതൊരപകടമാണെന്ന് ലോകം കരുതും. പാണ്ഡവർ വാരണാവതത്തിലേക്ക് യാത്ര തിരിച്ചു. യാത്ര അയക്കുമ്പോൾ വിതുരർ യുധിഷ്ഠിരനോട് മ്ലേച്ഛഭാഷയിൽ, അതായത് രഹസ്യഭാഷയിൽ, ഒരു മുന്നറിയിപ്പ് നൽകി. കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെടാൻ എലി മാളത്തിലൊളിക്കും. ആയുധം കൊണ്ട് കൊല്ലാൻ കഴിയാത്ത ശത്രുവിനെ ബുദ്ധികൊണ്ട് തോൽപ്പിക്കണം. യുധിഷ്ഠിരന് കാര്യം മനസ്സിലായി. അവിടെ എന്തോ ചതിയുണ്ട്. അരക്കില്ലത്തിലെത്തിയപ്പോൾ തന്നെ യുധിഷ്ഠിരൻ മണത്തുനോക്കി. നെയ്യുടെയും അരക്കിന്റെയും ഗന്ധം. അവർ ജാഗ്രത പാലിച്ചു. വിതുരരയച്ചൊരാൾ വന്ന് കൊട്ടാരത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് രഹസ്യമായൊരു തുരങ്കമുണ്ടാക്കി. കൗരവൻ നിശ്ചയിച്ച ദിവസം അമാവാസ്യരാത്രി പുരോചനൻ, അതായത് ദുര്യോധനന്റെ ചാരൻ, വീടിന് തീയിടാൻ കാത്തുനിന്നു. പക്ഷെ ഭീമൻ നേരത്തെ ഉണർന്നു. അവൻ പുരോചനൻ കിടക്കുന്ന മുറിക്ക് തീയിട്ടു. എന്നിട്ട് അമ്മയെയും സഹോദരങ്ങളെയും എടുത്ത് ആ തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ടു. അരക്കില്ലം കത്തിയമർന്നു. പാണ്ഡവർ മരിച്ചു എന്ന് ലോകം വിശ്വസിച്ചു. ദുര്യോധനൻ സന്തോഷിച്ചു. പക്ഷെ പാണ്ഡവർ കാട്ടിലൂടെ ഇരുട്ടിലൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് നടക്കുകയായിരുന്നു.
ആ യാത്രയിലാണ് അവർ ഭീമന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രണയത്തെ കണ്ടുമുട്ടുന്നത്, ഹിഡിംബി, പിന്നെ ഭഗൻ എന്ന രാക്ഷസനെ കൊല്ലുന്നത്. അങ്ങനെ അജ്ഞാതവാസത്തിൽ കഴിയുമ്പോഴാണ് അവരൊരു വാർത്ത കേൾക്കുന്നത്. പാഞ്ചാല രാജ്യത്ത് ദ്രൗപദിയുടെ സ്വയംവരം നടക്കുന്നു. ദ്രൗപദി, മഹാഭാരതത്തിലെ നായിക, തീയിൽ കുരുത്തവൾ. അവളുടെ സ്വയംവരം എങ്ങനെയായിരുന്നു? പാണ്ഡവർ അവിടെ എത്തിയതെങ്ങനെ? അടുത്ത ഭാഗത്ത് ആ മനോഹരമായ കഥ കേൾക്കാം. സ്വയംവരം. പാഞ്ചാല രാജ്യം മുഴുവൻ അലങ്കരിച്ചിരിക്കുകയാണ്. പാഞ്ചാല രാജാവിന്റെ മകൾ ലോകസുന്ദരിയായ ദ്രൗപദിയുടെ സ്വയംവരമാണ്. രാജാക്കന്മാർക്കിരിക്കാൻ വലിയ പന്തൽ. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും വീരന്മാരെത്തിയിട്ടുണ്ട്. ദുര്യോധനൻ, കർണൻ, ശിശുപാലൻ, ജരാസന്ധൻ എല്ലാവരുമുണ്ട്. ശ്രീകൃഷ്ണനും സഹോദരൻ ബലരാമനും പ്രത്യേക അതിഥികളായി അവിടെയുണ്ട്. പക്ഷേ ദ്രൗപദിയെ കിട്ടുക എളുപ്പമായിരുന്നില്ല. ദ്രുപദൻ ഒരു കടുത്ത പരീക്ഷണം വച്ചിരുന്നു. മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമുണ്ട്, ഒരു മത്സ്യം. താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ നോക്കി മുകളിൽ കറങ്ങുന്ന മത്സ്യത്തിന്റെ കണ്ണിൽ അമ്പെയ്യണം. അതും സാധാരണ വില്ലുകൊണ്ടല്ല, വളരെ ഭാരമുള്ള, കുലക്കാൻ പ്രയാസമുള്ള ഒരു വില്ലുകൊണ്ട്. ഇത് ചെയ്യാൻ അർജുനനു മാത്രമേ കഴിയൂ എന്ന് ദ്രുപദൻ അറിയാമായിരുന്നു. പാണ്ഡവർ മരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ദ്രൗപദി അർജുനനുള്ളതാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. രാജാക്കന്മാർ ഓരോരുത്തരായി വന്നു. വില്ലുകുലയ്ക്കാൻ നോക്കി പരാജയപ്പെട്ടു. ചിലർ വില്ല് തെറിച്ചു വീണ് നാണം കെട്ടു. കർണൻ എഴുന്നേറ്റു. കർണൻ വില്ലനായാസം കുലച്ചു. അമ്പെയ്യാൻ തയ്യാറെടുത്തു. അപ്പോൾ സദസ്സിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു, ദ്രൗപദി, ഞാൻ സൂതപുത്രനെ വിവാഹം കഴിക്കില്ല. കർണൻ അപമാനിതനായി ഒരു ചിരിയോടെ വില്ല് താഴെ വെച്ച് തിരിച്ചുപോയി. സൂര്യനെപ്പോലെ തിളങ്ങുന്ന മുഖത്ത് കാർമേഘം പരന്നു. അപ്പോഴാണ് ബ്രാഹ്മണക്കൂട്ടത്തിൽ നിന്ന് തേജസ്സുള്ള 5 യുവാക്കൾ എഴുന്നേറ്റത്. ബ്രാഹ്മണവേഷത്തിൽ വന്ന പാണ്ഡവർ. അർജുനൻ മുന്നോട്ടു വന്നു. സദസ്സ് നിശബ്ദമായി. ഒരു ബ്രാഹ്മണബാലൻ രാജാക്കന്മാർക്ക് കഴിയാത്തത് ചെയ്യുമോ? അർജുനൻ വില്ല് കൈയിലെടുത്തു. ശിവനെ ധ്യാനിച്ചു. ഒറ്റനോട്ടം. വെള്ളത്തിലെ നിഴലിൽ ലക്ഷ്യം കണ്ടു. ശരം പാഞ്ഞു. കറങ്ങുന്ന മത്സ്യത്തിന്റെ കണ്ണ് പിളർന്നു. താഴെ വീണു. ആഹാ എന്ന് സദസാർത്തു വിളിച്ചു. ദ്രൗപദി പുഞ്ചിരിയോടെ വരണമാല്യവുമായി അർജുനന്റെ അടുത്തേക്ക് നടന്നു. ഇതുകൊണ്ട് മറ്റു രാജാക്കന്മാർക്ക് ദേഷ്യം വന്നു. ഇവനൊരു ബ്രാഹ്മണനാണ്, രാജകുമാരിയെ ബ്രാഹ്മണന് കൊടുക്കാൻ പാടില്ല. അവർ ആക്രമിക്കാൻ വന്നു. ഭീമൻ ഒരു മരം പിഴുതെടുത്ത് അവർക്ക് നേരെ വീശി. അർജുനൻ അമ്പുകൾ കൊണ്ട് പ്രതിരോധിച്ചു. ശ്രീകൃഷ്ണൻ അവിടെ ശാന്തനായിരുന്നു. അദ്ദേഹം തന്റെ ബന്ധുക്കളായ പാണ്ഡവരെ തിരിച്ചറിഞ്ഞിരുന്നു. അദ്ദേഹം മറ്റുള്ളവരെ തടഞ്ഞു. ഇവർ വീരന്മാരാണ്. നിയമപ്രകാരം ദ്രൗപദി ഇവർക്കുള്ളതാണ്. പാണ്ഡവർ ദ്രൗപദിയുമായി തങ്ങൾ താമസിക്കുന്ന കുടിലിലേക്ക് പോയി. അവർ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, അമ്മേ, നോക്കൂ, ഞങ്ങൾ എന്താണ് കൊണ്ടുവന്നതെന്ന്. സാധാരണ ഭിക്ഷ കൊണ്ടുവരുമ്പോൾ പറയാറുള്ളതുപോലെ. അകത്തുനിന്ന് തിരിഞ്ഞു നോക്കാതെ കുന്തി പറഞ്ഞു, എന്തായാലും മക്കൾ 5 പേരും കൂടി പങ്കിട്ടോളൂ. തിരിഞ്ഞു നോക്കിയ കുന്തി ഞെട്ടിപ്പോയി. കൊണ്ടുവന്നത് ഭിക്ഷയല്ല, ഒരു പെൺകുട്ടിയെയാണ്. പക്ഷേ അമ്മയുടെ വാക്ക്, അത് തെറ്റിക്കാൻ പാണ്ഡവർക്ക് കഴിയില്ല. സത്യമാണ് അവരുടെ ധർമ്മം. എന്തു ചെയ്യും? വലിയ ധർമ്മസങ്കടം. യുധിഷ്ഠിരൻ തീരുമാനിച്ചു, അമ്മ പറഞ്ഞത് നടക്കട്ടെ. ദ്രൗപദി ഞങ്ങൾ 5 പേരുടെയും ഭാര്യയാകട്ടെ. ഇതറിഞ്ഞ ദ്രുപദരാജാവ് ഞെട്ടിപ്പോയി. അതെങ്ങനെ ശരിയാകും? ഒരു സ്ത്രീക്ക് 5 ഭർത്താക്കന്മാരോ? അവിടെ വ്യാസൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ദ്രൗപദിയുടെ പൂർവ്വജന്മം പറഞ്ഞുകൊടുത്തു. കഴിഞ്ഞ ജന്മത്തിൽ അവൾ ശിവനോട് ഭർത്താവിനെ ചോദിച്ചു. 5 ഗുണങ്ങളുള്ള, അതായത് ധർമ്മം, ബലം, വില്ലാളിത്തം, സൗന്ദര്യം, ബുദ്ധി എന്നിവയുള്ള ഭർത്താവിനെ വേണമെന്ന് അവൾ 5 തവണ പ്രാർത്ഥിച്ചു. ശിവൻ പറഞ്ഞു, ഒരാളിൽ ഈ 5 ഗുണങ്ങളും കിട്ടില്ല. അതിനാൽ അടുത്ത ജന്മത്തിൽ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാകും. അങ്ങനെ ദ്രൗപദി പഞ്ചപാണ്ഡവരുടെ പത്നിയായി. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പാണ്ഡവർ ജീവിച്ചിരിപ്പുണ്ട്, അവർ ദ്രുപദന്റെ മരുമക്കളായിരിക്കുന്നു എന്നൊക്കെ. ധൃതരാഷ്ട്രർക്ക് പേടിയായി. ഇപ്പോൾ പാണ്ഡവർക്ക് പാഞ്ചാലരാജ്യത്തിന്റെ പിന്തുണയുണ്ട്. ഇനി യുദ്ധം ചെയ്താൽ തോൽക്കും. ഭീഷ്മരും വിതുരരും ഉപദേശിച്ചു, അവരെ തിരിച്ചു വിളിക്കൂ, രാജ്യം പകുതി കൊടുക്കൂ. ധൃതരാഷ്ട്രർ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. പാണ്ഡവർ ഹസ്തിനപുരത്ത് തിരിച്ചെത്തി. രാജ്യം വിഭജിച്ചു. നല്ല ഭാഗം ഹസ്തിനപുരം കൗരവർക്ക്. കാടും മേടും നിറഞ്ഞ, പാമ്പുകൾ നിറഞ്ഞ,
ഖാണ്ഡവപ്രസ്ഥമെന്ന മോശം സ്ഥലം പാണ്ഡവർക്ക്. പക്ഷേ പാണ്ഡവർ പരാതി പറഞ്ഞില്ല. അവർ ശ്രീകൃഷ്ണന്റെ സഹായത്തോടെ ആ കാടിനെ സ്വർഗമാക്കി മാറ്റി. വിശ്വകർമ്മയെക്കൊണ്ട് മനോഹരമായ കൊട്ടാരം പണിതു. ഇന്ദ്രപ്രസ്ഥം. ഇന്ദ്രന്റെ ലോകം പോലെ സുന്ദരമായ നഗരം. അവിടെ പാണ്ഡവർ ധർമ്മത്തോടെ ഭരിച്ചു. യുധിഷ്ഠിരൻ രാജാവായി. ഈ സമയത്ത് അർജുനൻ ഒരു തീർത്ഥയാത്ര പോയി. ദ്രൗപദിയുമായി ബന്ധപ്പെട്ട ഒരു നിയമം തെറ്റിച്ചതിന്റെ പ്രായശ്ചിത്തമായി. ഈ യാത്രയിലാണ് അർജുനൻ ഉലൂബിയെയും, അതായത് നാഗകന്യകയെയും, ചിത്രാംഗതയെയും, മണിപ്പൂർ രാജകുമാരിയെയും, സുഭദ്രയെയും വിവാഹം കഴിക്കുന്നത്. സുഭദ്രയിൽ അർജുനന് ജനിച്ച മകനാണ് അഭിമന്യു, മഹാഭാരത യുദ്ധത്തിലെ കുഞ്ഞുവീരൻ. ഇന്ദ്രപ്രസ്ഥം വളർന്നു. യുധിഷ്ഠിരൻ രാജസൂയയാഗം നടത്താൻ തീരുമാനിച്ചു. അതിന് എല്ലാ രാജാക്കന്മാരെയും കീഴടക്കണം. 4 സഹോദരന്മാർ 4 ദിശകളിലേക്ക് പോയി ജയം നേടി. ഭീമൻ മഗധയിലെ കൊടും ഭീകരനായ ജരാസന്ധനെ വധിച്ചു, ശ്രീകൃഷ്ണന്റെ സഹായത്തോടെ. രാജസൂയയാഗം ഗംഭീരമായി നടന്നു. ശ്രീകൃഷ്ണനായിരുന്നു യാഗത്തിലെ മുഖ്യ അതിഥി, അഗ്രപൂജ. ഇതു സഹിക്കാത്ത ശിശുപാലൻ, അതായത് കൃഷ്ണന്റെ അമ്മായിയുടെ മകൻ, കൃഷ്ണനെ തെറിവിളിച്ചു. കൃഷ്ണൻ ക്ഷമിച്ചു. 100 തെറിവരെ ക്ഷമിക്കുമെന്ന് വാക്കുകൊടുത്തിരുന്നു. 101ാമത്തെ തെറിക്ക് സുദർശനചക്രം പാഞ്ഞു. ശിശുപാലന്റെ തല അറ്റുവീണു. യാഗം വിജയകരമായി പൂർത്തിയായി. യുധിഷ്ഠിരൻ ചക്രവർത്തിയായി. പക്ഷേ ഈ യാഗത്തിൽ പങ്കെടുത്ത ദുര്യോധനൻ അസൂയ കൊണ്ട് വെന്തുപോയി. പാണ്ഡവരുടെ ഐശ്വര്യം, ആ മായാ കൊട്ടാരം. കൊട്ടാരത്തിൽ നടക്കുമ്പോൾ ദുര്യോധനന് ഒരബദ്ധം പറ്റി. വെള്ളമാണെന്ന് കരുതി അവൻ നിലത്ത് തുണി പൊക്കി നടന്നു. പക്ഷേ അത് വെറും തറയായിരുന്നു. പിന്നെ തറയാണെന്ന് കരുതി നടന്നപ്പോൾ അത് വെള്ളമായിരുന്നു. അവൻ വെള്ളത്തിൽ വീണ് നനഞ്ഞു. ഇത് കണ്ട് ദ്രൗപദിയും തോഴിമാരും ചിരിച്ചു. അന്ധന്റെ മകൻ അന്ധൻ തന്നെ എന്നാരോ പറഞ്ഞു. ഇത് ദ്രൗപദി പറഞ്ഞു എന്നാണ് ചില കഥകളിൽ, അല്ല തോഴിമാർ പറഞ്ഞു എന്നാണ് വ്യാസഭാരതത്തിൽ. ഈ ചിരി, ഈ അപമാനം ദുര്യോധനന്റെ നെഞ്ചിൽ തറച്ചു. ഹസ്തിനപുരത്ത് തിരിച്ചെത്തി അവൻ ഉറങ്ങിയില്ല. അമ്മാവാ, എനിക്കാ ഇന്ദ്രപ്രസ്ഥം വേണം. പാണ്ഡവരെ നശിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ മരിക്കും. ശകുനി പറഞ്ഞു, യുദ്ധം ചെയ്താൽ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ യുധിഷ്ഠിരന് ഒരു ദൗർബല്യമുണ്ട്, ചൂതുകളി അഥവാ ഡൈസ് ഗെയിം. അവനെ ചൂതുകളിക്കാൻ വിളിക്കൂ. ബാക്കി എന്റെ കയ്യിലിരിക്കുന്ന ഈ കരുകൾ നോക്കിക്കൊള്ളും. അങ്ങനെ വിധിയുടെ പകിടകൾ ഉരുളാൻ തുടങ്ങി. ധൃതരാഷ്ട്രർ പാണ്ഡവരെ ചൂതുകളിക്കാൻ ക്ഷണിച്ചു. വലിയൊരു കെണിയിലേക്ക് ധർമ്മപുത്രർ നടന്നു കയറുകയാണ്. എന്താണാ സഭയിൽ സംഭവിച്ചത്? ദ്രൗപദിക്ക് എന്തു സംഭവിച്ചു? മഹാഭാരതത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ആ അധ്യായം നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം. ചൂതുകളി, ദ ഗെയിം ഓഫ് ഡൈസ്. ഒരു സാമ്രാജ്യം മുഴുവൻ തകർന്നടിഞ്ഞത് യുദ്ധഭൂമിയിലല്ല, മറിച്ച് ഒരു കളിപ്പലകയ്ക്കു മുന്നിലാണ്. ധൃതരാഷ്ട്രരുടെ ക്ഷണം സ്വീകരിച്ച് പാണ്ഡവർ ഹസ്തിനപുരത്തെത്തി. വിധിയുടെ വിളയാട്ടം നോക്കൂ. ധർമ്മപുത്രനായ യുധിഷ്ഠിരന് ചൂതുകളിയൊരു ലഹരിയായിരുന്നു. മാത്രമല്ല, മുതിർന്നവർ അമ്മാവൻ വിളിച്ചാൽ പോകണമെന്നത് ക്ഷത്രിയധർമ്മവുമാണ്. സഭ നിറയെ ആളുകൾ. ഭീഷ്മർ, ദ്രോണർ, കൃപർ, വിതുരർ എല്ലാവരും തലതാഴ്ത്തിയിരിക്കുന്നു. ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് ചൂതുകളിക്കാനറിയില്ല. എനിക്ക് പകരം എന്റെ അമ്മാവൻ ശകുനി കളിക്കും. ഇത് നിയമവിരുദ്ധമാണ്. ഒരാൾക്കു പകരം മറ്റൊരാൾ കളിക്കാൻ പാടില്ല. പക്ഷേ യുധിഷ്ഠിരൻ സമ്മതിച്ചു. കളി തുടങ്ങി. ശകുനിയുടെ പകിടകൾ വെറും മെല്ലിൻ കഷ്ണങ്ങളല്ലായിരുന്നു. അവ മാന്ത്രിക പകിടകളായിരുന്നു. ശകുനി എന്തു വിചാരിക്കുന്നോ ആ സംഖ്യ വീഴും. യുധിഷ്ഠിരൻ ആദ്യം രത്നമാല വെച്ചു. തോറ്റു. പിന്നെ സ്വർണം, രഥങ്ങൾ, ആനകൾ, കുതിരകൾ എല്ലാം വെച്ചു. എല്ലാം തോറ്റു. സഭയിൽ നിശബ്ദത. വിതുരർ മാത്രം ഇടയ്ക്ക് തടയാൻ ശ്രമിച്ചു. നിർത്തൂ ഈ അധർമ്മം. പക്ഷേ ദുര്യോധനൻ വിതുരരെ അപമാനിച്ചു വായടപ്പിച്ചു. യുധിഷ്ഠിരന് ലഹരിമൂത്തു. തോൽക്കുംതോറും തിരിച്ചുപിടിക്കാനുള്ള വാശി. അവസാനം രാജ്യം വെച്ചു. അതും തോറ്റു. ഇന്ദ്രപ്രസ്ഥം പോയി. ശകുനി ചിരിച്ചു. ഇനി എന്താണ് വെക്കാനുള്ളത് യുധിഷ്ഠിര? എന്റെ സഹോദരൻ നകുലനെ പണയം വെക്കുന്നു. ശകുനി പകിടയുരുട്ടി. നകുലൻ അടിമയായി. സഹദേവൻ, അർജുനൻ, ഭീമൻ. അവസാനം യുധിഷ്ഠിരൻ തന്നെത്താനെയും പണയം വെച്ചു.
എല്ലാവരും കൗരവരുടെ അടിമകളായി. സഭ ഞെട്ടിത്തരിച്ചു. പാണ്ഡവർ അടിമകളായിരിക്കുന്നു. ശകുനി കുടിലതയോടെ ചോദിച്ചു, ഇനി ഒന്നും ബാക്കിയില്ലേ? ആ, നിനക്ക് നിന്റെ ഭാര്യ ദ്രൗപദിയെ പണയം വയ്ക്കാമല്ലോ. അവളെ വെച്ച് കളിച്ചാൽ, ജയിച്ചാൽ എല്ലാം തിരിച്ചു തരാം. യുധിഷ്ഠിരൻ ആ അവസാനത്തെ കെണിയിലും വീണു. ദ്രൗപദിയെ പണയം വെച്ചു. പകിടെ ഉരുണ്ടു. ജയിച്ചു എന്ന് ശകുനി അലറി. അപ്പോൾ ദുര്യോധനന്റെ അഹങ്കാരം അണപൊട്ടി. വിതുര, പോയി ആ ദാസിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവാ. അവളിപ്പോൾ ഞങ്ങളുടെ അടിമയാണ്. കൊട്ടാരം അടിച്ചുവാരാൻ പറയൂ. വിതുരനങ്ങിയില്ല. ദുര്യോധനൻ തന്റെ തേരാളിയായ പ്രാതികാമിയെ അയച്ചു. പ്രാതികാമി അന്തഃപുരത്തിൽ പോയി ദ്രൗപദിയോട് കാര്യം പറഞ്ഞു. ദ്രൗപദി ഞെട്ടിപ്പോയി. അവൾ ഒരു ചോദ്യം ചോദിച്ചു. പോയി ചോദിക്കൂ, അദ്ദേഹം തന്നെ തോറ്റതിനു ശേഷമാണോ എന്നെ തോറ്റത്, അതോ എന്നെ തോറ്റതിനു ശേഷമാണോ തന്നെ തോറ്റത്? തന്നെ തോറ്റയൊരാൾക്ക് പിന്നെ ഭാര്യയെ പണയം വയ്ക്കാൻ അവകാശമില്ലല്ലോ. പ്രാതികാമി തിരിച്ചുവന്ന് ഈ ചോദ്യം ചോദിച്ചു. സഭ ഉത്തരം മുട്ടി. ദുര്യോധനന് ദേഷ്യം വന്നു. അവളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കാൻ പറയൂ. അവൻ തന്റെ സഹോദരൻ ദുശ്ശാസനനെ അയച്ചു. ദുശ്ശാസന, നീ പോയി അവളെ പിടിച്ചുകൊണ്ടുവാ. ദുശ്ശാസനൻ അന്തഃപുരത്തിലേക്ക് ഓടി. ഏകവസ്ത്രയായി, ഒറ്റമുണ്ടുടുത്ത്, മാസമുറ, പീരിയഡ് സമയത്തിലായിരുന്ന ദ്രൗപദിയെ അവൻ മുടിക്കു കുത്തിപ്പിടിച്ചു. അവൾ കരഞ്ഞു. എന്നെ തുടരുത്, ഞാൻ രാജകുമാരിയാണ്. പക്ഷേ ആ കാട്ടാളൻ അവളെ വലിച്ചിഴച്ച് സഭയിലേക്ക് കൊണ്ടുവന്നു. കുരുവംശത്തിലെ രാജകുമാരിയെ മുടിക്കു പിടിച്ചു വലിച്ചിഴച്ച്. അവൾ ഭീഷ്മരോടും ദ്രോണരോടും ചോദിച്ചു, ഇതാണോ ധർമ്മം? നിങ്ങൾക്കൊന്നും നാക്കില്ലേ? ഭീഷ്മർ തലതാഴ്ത്തി പറഞ്ഞു, ധർമ്മത്തിന്റെ വഴി സൂക്ഷ്മമാണ് മകളെ. ശക്തിയുള്ളവന്റെ കൂടെയാണ് ധർമ്മമെന്ന് പറയാതെ പറഞ്ഞു. ദുര്യോധനൻ തന്റെ തുടയിൽ തട്ടി ദ്രൗപദിയോട് പറഞ്ഞു, വാ, വന്ന് എന്റെ മടിയിലിരിക്കൂ. ഇതുകൊണ്ട് ഭീമന്റെ കണ്ണിൽ തീയിളകി. അവൻ അലറി, യുദ്ധത്തിൽ നിന്റെ ഈ തുട ഞാൻ എന്റെ ഗദ കൊണ്ട് അടിച്ചു പൊട്ടിക്കും. ഇത് സത്യം. കർണൻ പറഞ്ഞു, അടിമകൾക്കെന്തു വസ്ത്രം? അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റൂ. പാണ്ഡവർ തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ അഴിച്ചു നിലത്തിട്ടു. ദുശ്ശാസനൻ ദ്രൗപദിയുടെ നേരെ തിരിഞ്ഞു. അവളുടെ സാരിയിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങി. ദ്രൗപദി ഭർത്താക്കന്മാരെ നോക്കി. അവർ തലതാഴ്ത്തിയിരിക്കുന്നു. സഭയിലെ വലിയവരെ നോക്കി. ആരും മിണ്ടുന്നില്ല. അവൾ മനസ്സിലാക്കി, ഭൂമിയിൽ ആരും തന്നെ രക്ഷിക്കാനില്ല. അവൾ രണ്ടു കൈകളും തലയ്ക്കും മുകളിൽ ഉയർത്തി കണ്ണുകളടച്ചു വിളിച്ചു, ഹേ കൃഷ്ണ, ദ്വാരകവാസിയെ, ഗോവിന്ദ, എന്നെ രക്ഷിക്കൂ. ആ വിളി അതു പ്രപഞ്ചം മുഴുവൻ കേട്ടു. ശ്രീകൃഷ്ണൻ അവിടെ അദൃശ്യനായി എത്തി. ദുശ്ശാസനൻ സാരി വലിച്ചു. വലിക്കുംതോറും സാരി നീണ്ടുകൊണ്ടേയിരുന്നു. നിറങ്ങൾ മാറി മാറി വരുന്നു. ചുവപ്പ്, പച്ച, മഞ്ഞ, നീല. സാരികളുടെ വലിയൊരു മല തന്നെ അവിടെയുണ്ടായി. ദുശ്ശാസനൻ ക്ഷീണിച്ചു തളർന്നു വീണു. ദൈവം കൈവിട്ടില്ല. ദ്രൗപദിയുടെ മാനം കാത്തു. സഭ മുഴുവൻ അത്ഭുതം, അത്ഭുതമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഭീമൻ രണ്ടാമത്തെ ശപഥം ചെയ്തു. ഈ പാവി ദുശ്ശാസനന്റെ നെഞ്ചു പിളർന്ന് ആ ചോര കുടിക്കുന്ന കാലം വരെ ഞാൻ എന്റെ പൂർവികർക്ക് വെള്ളം കൊടുക്കില്ല. അവന്റെ ചോര കൊണ്ട് ദ്രൗപദിയുടെ ഈ മുടി ഞാൻ കെട്ടിക്കും. ഭയാനകമായ ശപഥം. സഭ നടുങ്ങി. അപ്പോഴവിടെ കുറുക്കന്മാർ ഓരിയിട്ടു. കഴുതകൾ കരഞ്ഞു. അപശകുനങ്ങൾ കണ്ടു. ഗാന്ധാരി പേടിച്ചോടി വന്നു. മകനെ, നീ നശിച്ചുപോകും. ഇവരെ വെറുതെ വിടൂ. ധൃതരാഷ്ട്രർക്കും പേടിയായി. അദ്ദേഹം ദ്രൗപദിയോട് പറഞ്ഞു, മകളെ, ക്ഷമിക്കൂ. നിനക്കിഷ്ടമുള്ള വരം ചോദിച്ചോളൂ. ദ്രൗപദി പറഞ്ഞു, എന്റെ ഭർത്താക്കന്മാരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക. അവരുടെ ആയുധങ്ങൾ തിരിച്ചു നൽകുക. ധൃതരാഷ്ട്രർ സമ്മതിച്ചു. എല്ലാം തിരിച്ചു നൽകി അവരെ പോകാനനുവദിച്ചു. പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി. പക്ഷേ ദുര്യോധനൻ അടങ്ങിയിരുന്നില്ല. അച്ഛാ, അവരെ വെറുതെ വിട്ടത് തെറ്റായിപ്പോയി. അവർ തിരിച്ചുവന്ന് നമ്മളെ കൊല്ലും. അവരെ വീണ്ടും ചൂതിനു വിളിക്കൂ. ധൃതരാഷ്ട്രർ മകന്റെ വാശിക്ക് വഴങ്ങി. വീണ്ടും വിളിച്ചു. ഇത്തവണ പന്തയം ഇതായിരുന്നു: തോൽക്കുന്നവർ 12 വർഷം വനവാസം നടത്തണം. 1 വർഷം അജ്ഞാതവാസം, ആരും തിരിച്ചറിയാതെ ഒളിവിൽ കഴിയണം. അജ്ഞാതവാസത്തിൽ പിടിച്ചപ്പെട്ടാൽ വീണ്ടും 12 വർഷം കാട്ടിൽ പോകണം. പാണ്ഡവർ വീണ്ടും വന്നു. വീണ്ടും തോറ്റു. അവർ വനവാസത്തിന് തയ്യാറായി. പാണ്ഡവർ കാവ്യവസ്ത്രങ്ങൾ അണിഞ്ഞു. ദ്രൗപദി മുടി അഴിച്ചിട്ടു. ഈ മുടി ഇനി കെട്ടണമെങ്കിൽ
ദുശ്ശാസനന്റെ ചോര വേണം എന്നവൾ ശപഥം ചെയ്തു. അവർ കാട്ടിലേക്ക് നടന്നു. അവരുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് ജനങ്ങളും നടന്നു. ഒരു യുഗത്തിന്റെ പതനം അവിടെ തുടങ്ങുകയായിരുന്നു. വനവാസം, കഷ്ടപ്പാടുകൾ നിറഞ്ഞ 12 വർഷങ്ങൾ. പക്ഷെ ഈ 12 വർഷമാണ് പാണ്ഡവരെ യഥാർത്ഥ സ്വർണമാക്കി മാറ്റിയത്. കാട്ടിൽ വെച്ച് അവർക്കെന്തൊക്കെ അനുഭവങ്ങളുണ്ടായി? അർജുനൻ എങ്ങനെയാണ് ദിവ്യാസ്ത്രങ്ങൾ നേടിയത്? ഹനുമാനും ഭീമനും തമ്മിലുള്ള കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു? നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം. വനവാസം. രാജകൊട്ടാരത്തിൽ പട്ടുമത്തയിൽ കിടന്നുറങ്ങിയവർ ഇപ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ കാട്ടിൽ വെറും നിലത്താണ് കിടക്കുന്നത്. പക്ഷേ ഈ വനവാസം പാണ്ഡവർക്ക് വെറുമൊരു ശിക്ഷയായിരുന്നില്ല, അതൊരു തപസ്സായിരുന്നു. വരാനിരിക്കുന്ന മഹായുദ്ധത്തിന് അവരെ ഒരുക്കാനുള്ള പ്രകൃതിയുടെ പരിശീലന കളരി. സൂര്യദേവൻ യുധിഷ്ഠിരന് അക്ഷയപാത്രം നൽകി. ദ്രൗപദി ഭക്ഷണം കഴിച്ച് പാത്രം കമഴ്ത്തുന്നതുവരെ അതിൽ നിന്ന് എത്ര ഭക്ഷണം വേണമെങ്കിലും ലഭിക്കും. അങ്ങനെ പാണ്ഡവർക്കും കൂടെയുള്ള ബ്രാഹ്മണർക്കും പട്ടിണിയില്ലാതെ കഴിയാൻ സാധിച്ചു. വ്യാസൻ പാണ്ഡവരെ കാണാൻ വന്നു. അദ്ദേഹം യുധിഷ്ഠിരനോട് പറഞ്ഞു, യുദ്ധം ഉറപ്പാണ്. കൗരവരോട് ജയിക്കണമെങ്കിൽ സാധാരണ ആയുധങ്ങൾ പോരാ, ദിവ്യാസ്ത്രങ്ങൾ വേണം. അർജുനനെ തപസ്സിനായി പറഞ്ഞയക്കുക. അങ്ങനെ അർജുനൻ യാത്ര തിരിച്ചു കൈലാസപർവ്വതത്തിലേക്ക്, പരമശിവനെ തപസ് ചെയ്ത് പാശുപതാസ്ത്രം നേടാൻ. അർജുനൻ ഘോരമായ തപസ്സു ചെയ്തു. ശിവൻ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ഒരു കാട്ടാളന്റെ വേഷത്തിൽ വന്നു. കിരാതവേഷം. ഒരു കാട്ടുപന്നിയെച്ചൊല്ലി അർജുനനും കിരാതനും തമ്മിൽ തർക്കമായി. അത് യുദ്ധമായി. അർജുനന്റെ അമ്പുകൾ കിരാതന്റെ ദേഹത്ത് പൂമാല പോലെ വീണു. അർജുനൻ വില്ലുകൊണ്ടടിച്ചു. വില്ല് കിരാതൻ പിടിച്ചുവാങ്ങി. അവസാനം അർജുനൻ മനസ്സിലാക്കി, ഇത് സാധാരണക്കാരനല്ല. ശിവൻ പ്രത്യക്ഷപ്പെട്ടു. നിന്റെ വീര്യം കണ്ട് ഞാൻ സംതൃപ്തനായി എന്നു പറഞ്ഞ് പാശുപതാസ്ത്രം നൽകി. പിന്നീട് വരുണൻ, യമൻ, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും അർജുനന് ദിവ്യാസ്ത്രങ്ങൾ നൽകി. അർജുനൻ സ്വർഗ്ഗത്തിൽ പോയി ഇന്ദ്രന്റെ അതിഥിയായി കുറേക്കാലം താമസിച്ചു. അവിടെ വെച്ച് ഉർവശിയുടെ ശാപം കിട്ടി. 1 വർഷം നപുംസകമായി ജീവിക്കേണ്ടിവരും എന്നത് അജ്ഞാതവാസത്തിൽ അനുഗ്രഹമായി മാറി. അർജുനൻ ഇല്ലാത്ത സമയത്ത് ഭീമൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരത്ഭുത പുഷ്പം കണ്ടു. സൗഗന്ധിക പൂവ്. ദ്രൗപദിക്ക് ആ പൂവ് വേണമെന്ന് വാശി പിടിച്ചു. ഭീമൻ പൂവ് തേടി യാത്രയായി. വഴിയിൽ ഒരു വൃദ്ധനായ കുരങ്ങൻ വാലു വഴിയിലിട്ട് കിടക്കുന്നു. ഭീമൻ പറഞ്ഞു, വഴിയിൽ നിന്ന് മാറൂ കുരങ്ങാ. കുരങ്ങൻ പറഞ്ഞു, എനിക്കു വയസ്സായി, അനങ്ങാൻ വയ്യ, നീ തന്നെ വാലു മാറ്റിവെച്ച് പൊയ്ക്കോളൂ. ഭീമൻ പുച്ഛത്തോടെ വാലിൽ പിടിച്ചു. അനങ്ങുന്നില്ല. 2 കൈകൊണ്ടും പിടിച്ചു വലിച്ചു. വാല് അനങ്ങിയില്ല. ഭീമന്റെ അഹങ്കാരം ഉരുകിപ്പോയി. അവൻ കൈകൂപ്പി ചോദിച്ചു, അങ്ങാരാണ്? കുരങ്ങൻ തന്റെ യഥാർത്ഥ രൂപം കാണിച്ചു. ഹനുമാൻ, ഭീമന്റെ ജ്യേഷ്ഠൻ. 2 പേരും വായുപുത്രന്മാരാണ്. ഹനുമാൻ ഭീമനെ അനുഗ്രഹിച്ചു. യുദ്ധത്തിൽ അർജുനന്റെ കൊടിയിൽ ഞാനുണ്ടാകും. എന്റെ ഗർജനം ശത്രുക്കളെ ഭയപ്പെടുത്തും. കല്യാണ സൗഗന്ധികവുമെടുത്ത് ഭീമൻ തിരിച്ചുപോയി. വനവാസത്തിനിടയിൽ ദുര്യോധനൻ പാണ്ഡവരെ അപമാനിക്കാൻ കാട്ടിൽ വന്നു. ഘോഷയാത്ര. പക്ഷേ അവിടെ വെച്ച് ഗന്ധർവന്മാർ ദുര്യോധനനെ പിടിച്ചുകിട്ടി. ഇതറിഞ്ഞ യുധിഷ്ഠിരൻ ഭീമനോടും അർജുനനോടും പറഞ്ഞു, അവൻ നമ്മുടെ സഹോദരനാണ്, അന്യർക്ക് വിട്ടുകൊടുക്കരുത്, പോയി രക്ഷിക്കൂ. പാണ്ഡവർ വന്ന് ഗന്ധർവന്മാരെ തോൽപ്പിച്ച് ദുര്യോധനനെ രക്ഷിച്ചു. ഇത് ദുര്യോധനന് മരണത്തേക്കാൾ വലിയ അപമാനമായി. ശത്രുക്കളുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നതിലും ഭേദം മരണമാണ് എന്നു പറഞ്ഞ് അവൻ പ്രായപവേശം അഥവാ പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങി. പക്ഷേ കർണനും ശകുനിയും അവനെ ആശ്വസിപ്പിച്ച് തിരിച്ചുകൊണ്ടുപോയി. 12 വർഷം കഴിയാറായ സമയം. ഒരു ദിവസം പാണ്ഡവർക്ക് വല്ലാതെ ദാഹിച്ചു. നകുലൻ വെള്ളം തേടിപ്പോയി. ഒരു തെളിഞ്ഞ തടാകം കണ്ടു. വെള്ളം കുടിക്കാൻ തുനിഞ്ഞപ്പോൾ ഒരു അശരീരി കേട്ടു. നിൽക്കൂ, ഇതെന്റെ തടാകമാണ്. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് വെള്ളം കുടിക്കൂ, ഇല്ലെങ്കിൽ നീ മരിക്കും. നകുലൻ അത് വകവയ്ക്കാതെ വെള്ളം കുടിച്ചു. അവൻ മരിച്ചു വീണു. പിന്നെ സഹദേവൻ വന്നു, മരിച്ചു. അർജുനൻ, ഭീമൻ എല്ലാവരും ചോദ്യം കേൾക്കാതെ വെള്ളം കുടിച്ചു മരിച്ചു വീണു. അവസാനം യുധിഷ്ഠിരൻ വന്നു. സഹോദരന്മാർ മരിച്ചു കിടക്കുന്നത് കണ്ട് അദ്ദേഹം കരഞ്ഞു. അശരീരി വീണ്ടും വന്നു. അതൊരു കൊക്കാണ്. യക്ഷൻ പ്രത്യക്ഷപ്പെട്ടു. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ വെള്ളം തരാം, സഹോദരന്മാരെയും തരാം. യുധിഷ്ഠിരൻ സമ്മതിച്ചു. പിന്നീട് നടന്നത് ലോകപ്രശസ്തമായ യക്ഷപ്രശ്നമാണ്. യക്ഷൻ, ഭൂമിയേക്കാൾ ഭാരമുള്ളതെന്ത്? യുധിഷ്ഠിരൻ, അമ്മ. യക്ഷൻ,
ആകാശത്തേക്കാൾ ഉയരമുള്ളതെന്ത്? യുധിഷ്ഠിരൻ: അച്ഛൻ. യക്ഷൻ: കാറ്റിനേക്കാൾ വേഗമുള്ളതെന്ത്? യുധിഷ്ഠിരൻ: മനസ്സ്. യക്ഷൻ: ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ത്? യുധിഷ്ഠിരൻ: ദിവസവും ആളുകൾ മരിക്കുന്നത് കാണുന്നു. എന്നിട്ടും ബാക്കിയുള്ളവർ താൻ മരിക്കില്ല എന്ന് കരുതി ജീവിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. യക്ഷൻ സംതൃപ്തനായി: ശരി, നിന്റെ ഒരു സഹോദരനെ ഞാൻ ജീവിപ്പിക്കാം. ആരെ വേണം? യുധിഷ്ഠിരൻ പറഞ്ഞു: നകുലനെ മതി. യക്ഷൻ ചോദിച്ചു: എന്തുകൊണ്ട് ഭീമനെയോ അർജുനനെയോ ചോദിച്ചില്ല? അവരല്ലേ നിനക്ക് യുദ്ധത്തിൽ ഗുണം ചെയ്യുക? യുധിഷ്ഠിരൻ പറഞ്ഞു: എന്റെ അച്ഛന് 2 ഭാര്യമാരുണ്ട്, കുന്തിയും മാദ്രിയും. കുന്തിയുടെ മകനായ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. മാദ്രിക്കും ഒരു മകൻ ജീവിച്ചിരിക്കണ്ടേ? അതാണ് ന്യായം. യക്ഷൻ സന്തുഷ്ടനായി: നിന്റെ ധർമ്മബോധം അപാരം തന്നെ. യക്ഷൻ യമധർമ്മരാജാവായി മാറി. യുധിഷ്ഠിരന്റെ പിതാവ്. അദ്ദേഹം എല്ലാ സഹോദരന്മാരെയും ജീവിപ്പിച്ചു. 13-ാം വർഷം അജ്ഞാതവാസത്തിൽ ആരും തിരിച്ചറിയില്ല എന്ന വരവും നൽകി. അങ്ങനെ 12 വർഷത്തെ വനവാസം അവസാനിച്ചു. ഇനി ഏറ്റവും കഠിനമായ പരീക്ഷണം: അജ്ഞാതവാസം. 1 വർഷം ആരും തിരിച്ചറിയാതെ ജീവിക്കണം. പിടിക്കപ്പെട്ടാൽ വീണ്ടും 12 വർഷം കാട്ടിലേക്ക്. അവർ വിരാടരാജ്യത്ത്, മത്സ്യരാജ്യത്ത് ഒളിവിൽ കഴിയാൻ തീരുമാനിച്ചു. യുധിഷ്ഠിരൻ കങ്കൻ എന്ന പേരിൽ സന്യാസിയായി. ഭീമൻ വല്ലഭൻ എന്ന പേരിൽ പാചകക്കാരനായി. അർജുനൻ ബൃഹന്നള എന്ന പേരിൽ നപുംസകമായി, നൃത്തം പഠിപ്പിക്കാൻ. ഉർവശിയുടെ ശാപം ഇവിടെ ഉപകരിച്ചു. നകുലൻ കുതിരക്കാരനായി. സഹദേവൻ പശുക്കളെ മേയ്ക്കുന്നവനായി. ദ്രൗപദി സൈരന്ധ്രി അല്ലെങ്കിൽ മാളിനി എന്ന പേരിൽ രാജ്ഞിയുടെ മുടി ചീകുന്നവളായി. അവർ വിരാടകൊട്ടാരത്തിൽ ജോലിക്ക് ചേർന്നു. കൗരവർ ചാരന്മാരെ അയച്ച് ലോകം മുഴുവൻ അരിച്ചുപെറുക്കുകയാണ്. വിരാടരാജ്യത്ത് കാര്യങ്ങൾ ശാന്തമായി നീങ്ങി. പക്ഷേ അവിടെയും വിധി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വിരാടരാജാവിന്റെ ഭാര്യാസഹോദരൻ കീചകൻ. അവൻ സൈരന്ധ്രിയെ കണ്ടു. അവളിൽ മോഹം തോന്നി. അവൻ അവളെ ശല്യം ചെയ്യാൻ തുടങ്ങി. ദ്രൗപദി ഭീമനോട് പരാതി പറഞ്ഞു. ഭീമന്റെ രക്തം തിളച്ചു. ഇന്ന് രാത്രി അവനെ നൃത്തശാലയിലേക്ക് വിളിക്കൂ, ഭീമൻ പറഞ്ഞു. അന്ന് രാത്രി കീചകൻ ദ്രൗപദിയെ കാത്ത് നൃത്തശാലയിലെത്തി. അവിടെ ഇരുട്ടത്ത് പുതപ്പിനടിയിൽ കിടക്കുന്നത് ദ്രൗപദിയാണെന്ന് കരുതി അവൻ അടുത്തു ചെന്നു. പുതപ്പുമാറ്റി ചാടി എഴുന്നേറ്റത് സാക്ഷാൽ ഭീമസേനൻ. അതൊരു ഘോരമായ യുദ്ധമായിരുന്നു. ഭീമൻ കീചകനെ ഒരു മാംസപ്പൊതി പോലെ ഞെരുക്കിക്കൊന്നു. കീചകന്റെ മരണം കൗരവർ അറിഞ്ഞു. കീചകനെ കൊല്ലാൻ വായുപുത്രനായ ഭീമനല്ലാതെ മറ്റാർക്കും കഴിയില്ല. അവർക്ക് സംശയമായി, പാണ്ഡവർ വിരാടരാജ്യത്തുണ്ട്. അവരെ പുറത്തു ചാടിക്കാൻ ദുര്യോധനൻ വിരാടരാജാവിന്റെ പശുക്കളെ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. യുദ്ധം വരുന്നു. അജ്ഞാതവാസം കഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. പാണ്ഡവർ പിടിക്കപ്പെടുമോ? ബൃഹന്നളയായ അർജുനൻ എങ്ങനെ യുദ്ധം ചെയ്യും? അടുത്ത ഭാഗത്തിൽ വിരാടയുദ്ധത്തിന്റെ ആവേശം നമുക്ക് കേൾക്കാം. വിരാടയുദ്ധം. അജ്ഞാതവാസം അവസാനിക്കാൻ വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി. കൗരവസൈന്യം വിരാടരാജ്യത്തിന്റെ അതിർത്തിയിലെത്തി. അവർ രാജാവിന്റെ പശുക്കളെ മുഴുവൻ കവർന്നുകൊണ്ടുപോയി. ആ സമയത്ത് വിരാടരാജാവും സൈന്യവും മറ്റൊരു യുദ്ധത്തിനായി തെക്കോട്ടു പോയിരിക്കുകയായിരുന്നു. കൊട്ടാരത്തിൽ രാജകുമാരൻ ഉത്തരൻ മാത്രം. ഉത്തരൻ വലിയ വീരവാദം മുഴക്കി. എനിക്ക് തേരോടിക്കാൻ നല്ലൊരു സാരഥി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൗരവരെ തോൽപ്പിക്കുമായിരുന്നു. ദ്രൗപദി, അതായത് സൈരന്ധ്രി, പറഞ്ഞു. ബൃഹന്നള, അതായത് അർജുനൻ, പണ്ട് അർജുനന്റെ സാരഥിയായിരുന്നു. അദ്ദേഹത്തെ കൂട്ടു. ഉത്തരൻ ബൃഹന്നളയെയും കൂട്ടി യുദ്ധത്തിനു പോയി. പക്ഷെ കൗരവരുടെ വമ്പൻ സൈന്യത്തെ കണ്ടപ്പോൾ ഉത്തരന്റെ ധൈര്യം ചോർന്നുപോയി. ഭീഷ്മർ, ദ്രോണർ, കർണൻ, ദുര്യോധനൻ എല്ലാവരും നിരന്നു നിൽക്കുന്നു. ഉത്തരൻ തേരിൽ നിന്ന് ചാടി ഓടാൻ തുടങ്ങി. അർജുനൻ പുറകെ ഓടി അവനെ പിടിച്ചു. പേടിക്കേണ്ട ഉത്തരാ, ഞാൻ യുദ്ധം ചെയ്തോളാം, നീ തേരോടിച്ചാൽ മതി. അർജുനൻ നേരൊരു വന്യമരത്തിന്റെ അടുത്തേക്ക് പോയി. അവിടെ പാണ്ഡവർ തങ്ങളുടെ ആയുധങ്ങൾ ഒരു ശവശരീരത്തിന്റെ രൂപത്തിൽ പൊതിഞ്ഞുവെച്ചിരുന്നു. അർജുനൻ ഗാണ്ഡീവമെടുത്തു. ആ നിമിഷം ബൃഹന്നള മാറി, സാക്ഷാൽ അർജുനനായി മാറി. തേരിലെ കൊടിയിൽ ഹനുമാൻ പ്രത്യക്ഷപ്പെട്ടു. ഗാണ്ഡീവത്തിന്റെ ഞാൺ വലിച്ചൊച്ച കേട്ടപ്പോൾ തന്നെ ദ്രോണർ പറഞ്ഞു, അത് അർജുനനാണ്. ദുര്യോധനൻ സന്തോഷിച്ചു. അർജുനനെ കണ്ടുപിടിച്ചു. അജ്ഞാതവാസം അവസാനിക്കുന്നതിന് മുമ്പാണ് കണ്ടത്. അതുകൊണ്ടവർ വീണ്ടും 12 വർഷം കാട്ടിൽ പോകണം. പക്ഷേ ഭീഷ്മർ നക്ഷത്രങ്ങളെ നോക്കി ഗണിച്ചു പറഞ്ഞു, ഇല്ല ദുര്യോധന, സമയം കഴിഞ്ഞു. അജ്ഞാതവാസം പൂർത്തിയായിരിക്കുന്നു. പിന്നെ നടന്നത് ഏകപക്ഷീയമായ യുദ്ധമായിരുന്നു. അർജുനൻ സമ്മോഹനാസ്ത്രം പ്രയോഗിച്ചു.
കൗരവസൈന്യം മുഴുവൻ ബോധം കെട്ടുവീണു. അർജുനൻ ജയിച്ചു. പശുക്കളെ വീണ്ടെടുത്തു. തിരിച്ചു വരുമ്പോൾ അർജുനൻ വീണ്ടും ബൃഹന്നളയായി മാറി. ആരും സത്യം അറിഞ്ഞില്ല. അന്ന് രാത്രി പാണ്ഡവർ വിരാടരാജാവിനോട് സത്യം പറഞ്ഞു. വിരാടരാജാവ് ഞെട്ടിപ്പോയി. തന്റെ സേവകരായിരുന്നത് പാണ്ഡവരായിരുന്നു. സന്തോഷത്തോടെ അദ്ദേഹം തന്റെ മകൾ ഉത്തരെ അർജുനന്റെ മകൻ അഭിമന്യുവിന് വിവാഹം ചെയ്തു കൊടുത്തു. അവിടെ വെച്ച് പാണ്ഡവർ കൗരവർക്ക് ദൂതയച്ചു. ഞങ്ങളുടെ 13 വർഷത്തെ കരാറ് കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ രാജ്യം തിരിച്ചു തരൂ. പക്ഷേ ദുര്യോധനൻ സമ്മതിച്ചില്ല. ഒരു സൂചി കുത്താൻ ഇടം പോലും ഞാൻ പാണ്ഡവർക്ക് നൽകില്ല. സൂചി കുഗ്രം. യുദ്ധം ചെയ്ത് ജയിച്ചാലെടുക്കാം. ഇനി യുദ്ധം ഒഴിവാക്കാൻ കഴിയില്ല. ഇരുപക്ഷവും സഖ്യകക്ഷികളെ തേടിയിറങ്ങി. അർജുനനും ദുര്യോധനനും ദ്വാരകയിൽ കൃഷ്ണന്റെ അടുത്തെത്തി. കൃഷ്ണൻ ഉറങ്ങുകയായിരുന്നു. ദുര്യോധനൻ ആദ്യം ചെന്നു. കൃഷ്ണന്റെ തലക്കലിരുന്നു, അഹങ്കാരത്തോടെ. അർജുനൻ വന്നു. കൃഷ്ണന്റെ കാൽക്കൽ ഭക്തിയോട് നിന്നു. കൃഷ്ണൻ കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് അർജുനനെയാണ്. കൃഷ്ണൻ പറഞ്ഞു, രണ്ടുപേർക്കും സഹായം തരാം. ഒരു ഭാഗത്തിന്റെ നാരായണീ സേന, അതായത് ശക്തമായ സൈന്യം. മറുഭാഗത്ത് ഞാൻ മാത്രം. പക്ഷേ ഞാൻ ആയുധമെടുക്കില്ല. ആര് വേണം? അർജുനൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. എനിക്ക് കൃഷ്ണനെ മതി. ആയുധമെടുത്തില്ലെങ്കിലും അങ്ങ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ മതി. ദുര്യോധനൻ ചിരിച്ചു. ഇവൻ മണ്ടനാണ്. ആയുധമെടുക്കാത്ത കൃഷ്ണനെക്കൊണ്ട് എന്തു കാര്യം? അവൻ സന്തോഷത്തോടെ സൈന്യത്തെ ചോദിച്ചു വാങ്ങി. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിന് കളമൊരുങ്ങി. കൗരവർക്ക് 11 അക്ഷൗഹിണി സൈന്യം, അതായത് വലിയ സൈന്യം. പാണ്ഡവർക്ക് 7 അക്ഷൗഹിണി സൈന്യം. എല്ലാം തയ്യാറായി. പക്ഷേ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് അവസാനത്തൊരു സമാധാന ശ്രമം കൂടി നടത്താൻ കൃഷ്ണൻ തീരുമാനിച്ചു. കൃഷ്ണൻ ഹസ്തിനപുരത്തേക്ക് ദൂതനായി പോയി. കൗരവസഭയിൽ കൃഷ്ണൻ സംസാരിച്ചു. സമാധാനം വേണം. പാണ്ഡവർക്ക് 5 ഗ്രാമങ്ങളെങ്കിലും നൽകൂ. യുദ്ധം വേണ്ട. ദുര്യോധനൻ പുച്ഛിച്ചു തള്ളി. അവൻ കൃഷ്ണനെ പിടിച്ചുകെട്ടാൻ ആജ്ഞാപിച്ചു. കൃഷ്ണൻ ചിരിച്ചു. അദ്ദേഹം തന്റെ വിശ്വരൂപം, അതായത് കോസ്മിക് ഫോം, അല്പനേരം കാണിച്ചു. സഭ മുഴുവൻ പ്രകാശത്താൽ നിറഞ്ഞു. എല്ലാവരും ഭയന്ന് കണ്ണടച്ചു. ധൃതരാഷ്ട്രർക്കു മാത്രം ആ നിമിഷം കൃഷ്ണൻ കാഴ്ച നൽകി. കൃഷ്ണന്റെ ദൂത് പരാജയപ്പെട്ടു. അദ്ദേഹം തിരിച്ചുപോന്നു. പക്ഷെ തിരിച്ചുപോരുന്ന വഴിക്ക് കൃഷ്ണൻ ഒരു രഹസ്യം വെളിവാക്കി. അദ്ദേഹം കർണനെ തന്റെ രഥത്തിൽ കയറ്റി. കർണ, നീ രാധയുടെ മകനല്ല. നീ കുന്തിയുടെ മൂത്ത മകനാണ്. പാണ്ഡവരുടെ ജ്യേഷ്ഠൻ. നീ പാണ്ഡവപക്ഷത്തേക്ക് വരൂ. യുധിഷ്ഠിരൻ നിന്റെ കാൽക്കിൽ വീഴും. നീ രാജചക്രവർത്തിയാകും. ദ്രൗപദി നിന്റെ റാണിയാകും. വരൂ. കർണൻ ആകെ ഉലഞ്ഞു. തന്റെ ശത്രുക്കൾ സ്വന്തം സഹോദരങ്ങളാണ്. പക്ഷേ അവൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, അങ്ങ് പറയുന്നത് സത്യമായിരിക്കാം. പക്ഷെ ഞാനത് സ്വീകരിക്കില്ല. എന്നെ സമൂഹം മുഴുവൻ സൂതപുത്രനെന്ന് വിളിച്ച് ആട്ടിയപ്പോൾ എന്നെ ചേർത്തു പിടിച്ചത് ദുര്യോധനനാണ്. എനിക്ക് രാജപദവി തന്നത് അവനാണ്. ഇപ്പോൾ യുദ്ധം വരുമ്പോൾ ഞാൻ അവനെ ചതിച്ച് എങ്ങനെ പാണ്ഡവരുടെ കൂടെ പോകും? അത് നന്ദികേടാണ്. ധർമ്മം പാണ്ഡവരുടെ കൂടെയാണെന്ന് എനിക്കറിയാം. ഞാൻ തോൽക്കുമെന്നും എനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റെ സുഹൃത്തിനു വേണ്ടി മരിക്കും. അതാണെൻ്റെ ധർമ്മം. കൃഷ്ണൻ കർണനെ കെട്ടിപ്പിടിച്ചു. നിന്നെപ്പോലെ ദാനശീലനും വീരനും വേറെയില്ല കർണ. കർണൻ ഒന്നുമാത്രം അപേക്ഷിച്ചു. കൃഷ്ണ, ഞാൻ പാണ്ഡവരുടെ ജ്യേഷ്ഠനാണെന്ന വിവരം യുദ്ധം കഴിയുന്നതുവരെ അവരോട് പറയരുത്. അറിഞ്ഞാൽ ധർമ്മപുത്രർ എന്നോട് യുദ്ധം ചെയ്യില്ല. എനിക്ക് രാജ്യം തരും. ഞാനത് ദുര്യോധനന് കൊടുക്കും. പിന്നീട് കുന്തിയും കർണനെ കാണാൻ വന്നു. ഗംഗാതീരത്ത് വെച്ച് അമ്മയാണെന്ന് വെളിപ്പെടുത്തി. കർണൻ പൊട്ടിക്കരഞ്ഞു. അമ്മേ, എന്നെ നദിയിൽ ഒഴുക്കിയപ്പോൾ ഈ സ്നേഹം എവിടെയായിരുന്നു? കുന്തി പാണ്ഡവർക്കു വേണ്ടി ജീവൻ ഭിക്ഷയാചിച്ചു. കർണൻ പറഞ്ഞു, അമ്മേ, ഞാൻ അർജുനനെയല്ലാതെ മറ്റാരെയും കൊല്ലില്ല. അർജുനൻ മരിച്ചാൽ ഞാൻ മരിച്ചാൽ അർജുനൻ. അമ്മയ്ക്ക് 5 മക്കൾ ഇപ്പോഴുമുണ്ടാകും. തന്റെ കവചകുണ്ടലങ്ങൾ ഇന്ദ്രന് ദാനം നൽകി അമ്മയ്ക്ക് മക്കളുടെ ജീവനും ദാനം നൽകി മരണത്തിലേക്ക് നടക്കുകയാണ് കർണൻ. യുദ്ധം തുടങ്ങാറായി. കുരുക്ഷേത്രഭൂമി. 2 വലിയ സൈന്യങ്ങൾ മുഖാമുഖം നിൽക്കുന്നു. ശംഖുലികൾ മുഴങ്ങി. ആനകളുടെ ചിഹ്നം വിളി. അർജുനൻ തന്റെ തേരുമായി സൈന്യങ്ങളുടെ നടുവിൽ വന്നു നിന്നു. എതിർവശത്ത് നോക്കി. അവിടെ ഭീഷ്മർ, ദ്രോണർ, കൃപർ, അമ്മാവന്മാർ, സഹോദരന്മാർ, എല്ലാവരും സ്വന്തം ബന്ധുക്കൾ. അർജുനന്റെ കൈ വിറച്ചു. ഗാണ്ഡീവം താഴെ വീണു. കൃഷ്ണ, എനിക്കു വയ്യ. രാജ്യത്തിനു വേണ്ടി സ്വന്തം ഗുരുവിനെയും മുത്തച്ഛനെയും കൊന്നിട്ട് എനിക്കെന്തിനാണീ വിജയം? ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. അർജുനൻ തളർന്നിരുന്നു. ലോകം മുഴുവൻ സ്തംഭിച്ചു നിന്നു.
പാണ്ഡവ സൈന്യത്തിന്റെ പ്രതീക്ഷയായ അർജുനൻ തളർന്നാൽ എല്ലാം തീർന്നു. അപ്പോ സമയം നിശ്ചലമായി. ശ്രീകൃഷ്ണൻ അർജുനനോട് സംസാരിക്കാൻ തുടങ്ങി. അതാണ് ഭഗവദ്ഗീത. ജീവിതത്തിന്റെ, മരണത്തിന്റെ, കർമ്മത്തിന്റെ, ധർമ്മത്തിന്റെ സത്ത മുഴുവൻ കൃഷ്ണൻ ഉപദേശിച്ചു. അർജുന, നീ ആരെയും കൊല്ലുന്നില്ല, ആത്മാവ് മരിക്കുന്നില്ല. നീ നിന്റെ കടമ അഥവാ ക്ഷത്രിയ ധർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. കൃഷ്ണൻ വീണ്ടും വിശ്വരൂപം കാണിച്ചുകൊടുത്തു. അർജുനന്റെ മോഹം നീങ്ങി അവൻ വില്ലെടുത്തു. കരിഷ്യേ വചനം തവ, അങ്ങ് പറയുന്നത് ഞാൻ ചെയ്യാം. യുദ്ധം തുടങ്ങി. ആദ്യത്തെ ദിവസം ഭീഷ്മരുടെ നേതൃത്വത്തിൽ കൗരവസൈന്യം പാണ്ഡവരെ തകർത്തുകളഞ്ഞു. അഭിമന്യുവും ഭീമനും ശക്തമായി പോരാടി. വിരാടരാജാവിന്റെ മകൻ ഉത്തരൻ മരിച്ചു, ശല്യൻ കൊന്നു. ആദ്യത്തെ ദിവസം കൗരവർക്കായിരുന്നു മേൽക്കൈ. രണ്ടാം ദിവസം, മൂന്നാം ദിവസം യുദ്ധം മുറുകുടയാണ്. രക്തം പുഴപോലെ ഒഴുകുന്നു. ഭീഷ്മർ പാണ്ഡവസൈന്യത്തെ വെട്ടിച്ചുരുക്കുന്നു. കൃഷ്ണന് ദേഷ്യം വന്നു. ഭീഷ്മരെ കൊല്ലാൻ അർജുനൻ മടിക്കുന്നു. കൃഷ്ണൻ തേരിലിറങ്ങി ഒരു രഥചക്രം കൈയിലെടുത്ത് ഭീഷ്മരെ കൊല്ലാനോടി. ഭീഷ്മർ കൈകൂപ്പി നിന്നു. കൃഷ്ണ, എന്റെ കൈകൊണ്ട് മരിച്ചാൽ എനിക്ക് മോക്ഷം. അർജുനൻ കൃഷ്ണനെ പിടിച്ചു നിർത്തി. വേണ്ട കൃഷ്ണ, അങ്ങ് പ്രതിജ്ഞ തെറ്റിക്കരുത്. ഞാൻ യുദ്ധം ചെയ്തോളാം. യുദ്ധത്തിന്റെ 10ാം ദിവസം ഭീഷ്മരെ വീഴ്ത്താതെ പാണ്ഡവർക്ക് ജയിക്കാൻ കഴിയില്ല. പക്ഷെ ഭീഷ്മരെ ആർക്കും കൊല്ലാൻ കഴിയില്ല. സ്വച്ഛന്ത മൃത്യു അഥവാ വിചാരിച്ചാലേ മരിക്കൂ. പാണ്ഡവർ രാത്രി ഭീഷ്മരുടെ അടുത്തുപോയി ഉപായം ചോദിച്ചു. മുത്തച്ഛൻ തന്നെ തന്റെ മരണത്തിനുള്ള വഴി പറഞ്ഞുകൊടുത്തു. എന്റെ മുന്നിലൊരു സ്ത്രീ വന്നാൽ ഞാൻ ആയുധം താഴെ വയ്ക്കും. ശിഖണ്ഡിയെ എന്റെ മുന്നിൽ നിർത്തൂ. ശിഖണ്ഡിക്കു പിന്നിൽ നിന്ന് അർജുനൻ അമ്പെയ്യട്ടെ. 10ാം നാൾ ശിഖണ്ഡി അഥവാ അമ്പയുടെ പുനർജന്മം ഭീഷ്മരുടെ മുന്നിൽ വന്നു. ഭീഷ്മർ ആയുധം താഴെ വെച്ചു. അർജുനൻ ശിഖണ്ഡിക്കു പിന്നിൽ നിന്ന് ശരങ്ങൾ വർഷിച്ചു. ഭീഷ്മരുടെ ദേഹം മുഴുവൻ അമ്പുകൾ തറച്ചു. അദ്ദേഹം തേരിൽ നിന്ന് വീണു. പക്ഷേ നിലത്ത് വീണില്ല. അമ്പുകൾ അദ്ദേഹത്തെ ഒരു മെത്ത പോലെ താങ്ങി നിർത്തി, അഥവാ ശരശയ്യ. സൂര്യൻ ഉത്തരായനത്തിലെത്തുന്നതുവരെ അദ്ദേഹം മരിക്കാൻ കാത്തിരുന്നു. ഭീഷ്മർ വീണു. കൗരവരുടെ ആദ്യത്തെ വൻ മരം വീണു. ഇനി ദ്രോണരുടെ ഊഴമാണ്. ദ്രോണർ സേനാധിപതിയായി. യുദ്ധം കൂടുതൽ കടുത്തു. അഭിമന്യുവിന്റെ മരണം, ചക്രവ്യൂഹം. മഹാഭാരതത്തിലെ ഏറ്റവും കരയിപ്പിക്കുന്ന ആ ദിവസം എത്തിനോക്കൂ. നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം. 13ാം ദിവസം ദ്രോണാചാര്യർ ചക്രവ്യൂഹം എന്ന ഭയങ്കരമായ പടയണി ചമച്ചു. ഇത് ഭേദിക്കാൻ പാണ്ഡവപക്ഷത്ത് അർജുനനും കൃഷ്ണനും പ്രദ്യുമ്നനും മാത്രമേ അറിയൂ. പക്ഷേ അർജുനനെ യുദ്ധക്കളത്തിൽ നിന്ന് ദൂരേക്ക് മാറ്റാൻ, സംശപ്തകന്മാരുമായി യുദ്ധം ചെയ്യാൻ കൗരവർ തന്ത്രം മെനഞ്ഞു. അർജുനൻ ദൂരെയാണ്. യുധിഷ്ഠിരൻ ചക്രവ്യൂഹം കണ്ട് ഭയന്നു. ആരുണ്ടിത് തകർക്കാൻ? അപ്പോഴാണ് ആ 16കാരൻ മുന്നോട്ടു വന്നത്, അഭിമന്യു, അർജുനന്റെയും സുഭദ്രയുടെയും മകൻ. വല്യച്ഛ, എനിക്ക് ചക്രവ്യൂഹത്തിൽ കടക്കാനറിയാം. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പുറത്തിറങ്ങാൻ എനിക്കറിയില്ല. ആ ഭാഗം കേൾക്കുന്നതിനു മുമ്പ് അമ്മ ഉറങ്ങിപ്പോയി. യുധിഷ്ഠിരൻ പറഞ്ഞു, നീ വഴിയുണ്ടാക്കിയാൽ മതി. നിന്റെ പിന്നാലെ ഞങ്ങളും ഭീമനും വരാം. ഞങ്ങൾ നിന്നെ സംരക്ഷിച്ചോളാം. അഭിമന്യു രഥത്തിൽ കയറി. അവൻ ചക്രവ്യൂഹത്തിലേക്ക് കുതിച്ചു. അവൻ അകത്ത് കടന്നു. വലിയൊരു വിള്ളലുണ്ടാക്കി. പക്ഷേ പാണ്ഡവർ പിന്നാലെ ചെല്ലാൻ നോക്കിയപ്പോൾ ഒരാൾ തടഞ്ഞു. ജയദ്രഥൻ, അതായത് സിന്ധുരാജാവ്. ജയദ്രഥന് ശിവനിൽ നിന്ന് ഒരു വരമുണ്ട്. അർജുനനൊഴികെ ബാക്കി 4 പാണ്ഡവരെയും ഒരു ദിവസം മുഴുവൻ തടഞ്ഞു നിർത്താൻ നിനക്ക് കഴിയും. ആ വരം കാരണം ഭീമനും യുധിഷ്ഠിരനും പുറത്തു തന്നെ നിന്നുപോയി. അഭിമന്യു, ആ കുട്ടി, ശത്രുക്കളുടെ നടുവിൽ ഒറ്റയ്ക്കായി. പക്ഷെ അവൻ പേടിച്ചില്ല. അവൻ കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിച്ചു. ദുര്യോധനന്റെ മകൻ ലക്ഷ്മണനെ അഭിമന്യു കൊന്നു. ദുര്യോധനൻ അലറി, കൊല്ലവനെ, എല്ലാവരും കൂടി ആക്രമിക്ക്. യുദ്ധനിയമങ്ങൾ കാറ്റിൽ പറത്തി. ദ്രോണർ, കർണൻ, അശ്വത്ഥാമാവ്, കൃപർ, ശകുനി എല്ലാവരും കൂടി ആ ബാലനെ വളഞ്ഞു. ദ്രോണർ ഉപദേശിച്ച പ്രകാരം കർണൻ പിന്നിൽ നിന്ന് അമ്പെയ്ത് അഭിമന്യുവിന്റെ വില്ലുമുറിച്ചു. അവർ അവന്റെ രഥം തകർത്തു. കുതിരകളെ കൊന്നു. അവൻ തേരിന്റെ ചക്രമെടുത്ത് യുദ്ധം ചെയ്തു. അതും തകർത്തു. നിരായുദ്ധനായ ആ കുട്ടിയെ 6 മഹാരഥന്മാർ ചേർന്ന് വെട്ടിക്കീറി. ദുശാസനന്റെ മകൻ അവന്റെ തലയിൽ ഗദ കൊണ്ടടിച്ചു. അഭിമന്യു വീണു. സൂര്യൻ അസ്തമിച്ചു. പാണ്ഡവപാളയത്തിൽ മരവിച്ച നിശബ്ദത. അർജുനൻ തിരിച്ചു വന്നപ്പോൾ കണ്ടത് മകന്റെ ചോരവാർന്ന ശരീരമാണ്. യുധിഷ്ഠിരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ജയദ്രഥൻ, അവനാണ് ഞങ്ങളെ തടഞ്ഞത്. അർജുനൻ അലറി വിളിച്ചു. അവൻ ആകാശത്തേക്ക് നോക്കി ശപഥം ചെയ്തു, നാളെ സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പ് ഞാൻ ജയദ്രഥനെ വധിക്കും. ഇല്ലെങ്കിൽ ഞാൻ തന്നെ തീയിൽ ചാടി മരിക്കും. 14ാം ദിവസം കൗരവർ ജയദ്രഥനെ ഒളിപ്പിച്ചുവെച്ചു.
അർജുനൻ അവനെ കണ്ടില്ലെങ്കിൽ അർജുനൻ ആത്മഹത്യ ചെയ്യും. അതാണ് അവരുടെ പ്ലാൻ. അർജുനൻ ശത്രുസേനയെ ഉഴുതുമറിച്ചു. പക്ഷെ ജയദ്രഥനെ കാണുന്നില്ല. സമയം കടന്നുപോയി. സൂര്യൻ അസ്തമിക്കാറായി. കൗരവർ ആർപ്പു വിളിച്ചു. അർജുനൻ തോറ്റു. കൃഷ്ണൻ തന്റെ മായ കൊണ്ട് സൂര്യനെ മറച്ചു. ഇരുട്ടായെന്ന് കരുതി ജയദ്രഥൻ തല പുറത്തിട്ട് ചിരിച്ചു. നോക്ക് അർജുന, സൂര്യൻ അസ്തമിച്ചു. കൃഷ്ണൻ പറഞ്ഞു, അർജുന, അതാ സൂര്യൻ, അതാ ജയദ്രഥന്റെ തല, എയ്യ്. മായ മാറി. സൂര്യൻ പടിഞ്ഞാറ് തിളങ്ങി. അർജുനന്റെ അമ്പു പാഞ്ഞു. ജയദ്രഥന്റെ തല തെറിച്ചുപോയി. അന്നു രാത്രി യുദ്ധം തുടർന്നു. ഘടോദ്ഗജന്റെ വരവ്. ഭീമന്റെ മകൻ ഘടോദ്ഗജൻ, രാക്ഷസൻ, രാത്രിയിൽ വലിയ നാശം വിതച്ചു. കർണൻ തന്റെ കയ്യിലുള്ള ഏകഘ്നി, അതായത് ഇന്ദ്രൻ കൊടുത്ത ശക്തി, ഒരാളെ മാത്രം കൊല്ലാൻ കഴിയുന്നത്, അർജുനനു വേണ്ടി സൂക്ഷിച്ചുവെച്ചതായിരുന്നു. പക്ഷേ ഘടോദ്ഗജൻ സൈന്യത്തെ മുഴുവൻ കൊല്ലുമെന്ന് വന്നപ്പോൾ ദുര്യോധനന്റെ നിർബന്ധത്തിനു വഴങ്ങി കർണൻ ആ ശക്തി ഘടോദ്ഗജന്റെ നേരെ പ്രയോഗിച്ചു. ഘടോദ്ഗജൻ മരിച്ചു. പാണ്ഡവർ കരഞ്ഞു. പക്ഷേ കൃഷ്ണൻ സന്തോഷിച്ചു. കാരണം അർജുനന്റെ ജീവന് ഭീഷണിയായിരുന്ന ആ ആയുധം നഷ്ടപ്പെട്ടല്ലോ. 15-ാം ദിവസം ദ്രോണർ സംഹാരതാണ്ഡവമാടുന്നു. അദ്ദേഹത്തെ കൊല്ലാൻ കഴിയില്ല. കൃഷ്ണൻ പറഞ്ഞു, ദ്രോണർ ആയുധം വെക്കണമെങ്കിൽ മകൻ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കേൾക്കണം. യുധിഷ്ഠിര, നീ പറയണം. സത്യം മാത്രം പറയുന്ന യുധിഷ്ഠിരൻ മടിച്ചു. ഭീമൻ അശ്വത്ഥാമാവ് എന്ന പേരുള്ളൊരു ആനയെ കൊന്നു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, അശ്വത്ഥാമാവ് മരിച്ചു. ദ്രോണർ വിശ്വസിച്ചില്ല. അദ്ദേഹം യുധിഷ്ഠിരനോട് ചോദിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, അശ്വത്ഥാമാവ് മരിച്ചു. നരോവ കുഞ്ചരോവ, മനുഷ്യനോ ആനയോ എന്ന് മെല്ലെ പറഞ്ഞു. ആനയോ എന്ന് പറഞ്ഞത് കൃഷ്ണൻ ശംഖൂതി കേൾപ്പിച്ചു. മകൻ മരിച്ചു എന്ന് കരുതി ദ്രോണർ തളർന്നു. അദ്ദേഹം ആയുധം താഴെവെച്ച് ധ്യാനത്തിലിരുന്നു. ആ തക്കത്തിന് ദൃഷ്ടിദ്യുമ്നൻ, അതായത് ദ്രുപദന്റെ മകൻ, വന്നു ദ്രോണരുടെ തലവെട്ടി. 16-ാം ദിവസം കർണൻ സേനാധിപതിയായി. കർണനും അർജുനനും തമ്മിലുള്ള ഇതിഹാസയുദ്ധം. അതിനുമുമ്പ് ഭീമൻ ദുശ്ശാസനനെ പിടികൂടി. ഭീമൻ ദുശ്ശാസനനെ നിലത്തിട്ടു. അവന്റെ നെഞ്ചു പിളർന്നു. ചൂടുള്ള ചോര കൈയിലെടുത്തു കുടിച്ചു. ഇതിലും രുചിയുള്ള പാനീയം ഞാൻ കുടിച്ചിട്ടില്ല എന്നലറി. ആ ചോര ദ്രൗപദിയുടെ മുടിയിൽ തേച്ചു. അവൾ മുടികെട്ടി. ശപഥം നിറവേറ്റി. 17-ാം ദിവസം കർണന്റെ അന്ത്യം. യുദ്ധത്തിനിടയിൽ കർണന്റെ തേര് ചളിയിൽ താഴ്ന്നുപോയി. ഭൂമിദേവിയുടെ ശാപം. അവൻ മന്ത്രം ചൊല്ലാൻ നോക്കി. ഓർമ്മ വരുന്നില്ല. കാരണം പരശുരാമന്റെ ശാപം. അവൻ തേരിന്റെ ചക്രമുയർത്താൻ താഴെ ഇറങ്ങി. അർജുന, ഞാൻ ആയുധമില്ലാതെ നിൽക്കുകയാണ്. ധർമ്മമല്ല എന്നെ കൊല്ലുന്നത്. കൃഷ്ണൻ പറഞ്ഞു, അഭിമന്യുവിനെ കൊന്നപ്പോൾ നിന്റെ ധർമ്മം എവിടെയായിരുന്നു കർണ? എയ്യ് അർജുന. അർജുനൻ അഞ്ജലികാസ്ത്രമെയ്തു. സൂര്യപുത്രനായ കർണൻ വീണു. 18-ാം ദിവസം കൗരവസൈന്യം മുഴുവൻ നശിച്ചു. ദുര്യോധനൻ മാത്രം ബാക്കി. അവനൊരു തടാകത്തിൽ ഒളിച്ചിരുന്നു. പാണ്ഡവരവിടെ എത്തി. ഭീമനും ദുര്യോധനനും തമ്മിൽ ഗദായുദ്ധം. രണ്ടുപേരും തുല്യശക്തർ. കൃഷ്ണൻ ഭീമനെ ഓർമ്മിപ്പിച്ചു. തുട അടിച്ചു പൊട്ടിക്കുമെന്ന ശപഥം. ഭീമൻ ഗദ കൊണ്ട് ദുര്യോധനന്റെ തുടയിലടിച്ചു. ഇത് ഗദായുദ്ധത്തിൽ അധർമ്മമാണ്. അരയ്ക്ക് താഴെ അടിക്കാൻ പാടില്ല. ദുര്യോധനൻ വീണു. മരിക്കാറായ ദുര്യോധനൻ കൃഷ്ണനോട് പറഞ്ഞു, ഞാൻ നല്ലൊരു ജീവിതം ജീവിച്ചു. രാജാവായി ഭരിച്ചു. സുഹൃത്തുക്കളെ സ്നേഹിച്ചു. ഇപ്പോൾ വീരസ്വർഗത്തിലേക്ക് പോകുന്നു. നിങ്ങളോ ചതികൊണ്ട് ജയിച്ചവരായി ഇവിടെ ജീവിക്കും. യുദ്ധം കഴിഞ്ഞു. പാണ്ഡവർ ജയിച്ചു. പക്ഷെ അന്ന് രാത്രി മരിക്കാത്ത പകയുമായി അശ്വത്ഥാമാവ്, അതായത് ദ്രോണരുടെ മകൻ, പാണ്ഡവപാളയത്തിൽ കടന്നു. പാണ്ഡവരവിടെ ഇല്ലായിരുന്നു. പക്ഷേ ദ്രൗപദിയുടെ 5 മക്കൾ, ഉപപാണ്ഡവർ, ദൃഷ്ടിദ്യുമ്നൻ, ശിഖണ്ഡി, എല്ലാവരെയും അശ്വത്ഥാമാവ് ഉറക്കത്തിൽ വെട്ടിക്കൊന്നു. രാവിലെ വന്ന പാണ്ഡവർ കണ്ടത് ചോരക്കളമാണ്. ദ്രൗപദി കരഞ്ഞു തളർന്നു. അർജുനൻ അശ്വത്ഥാമാവിനെ പിടികൂടി. അവന്റെ നെറ്റിയിലെ രക്തം പറിച്ചെടുത്തു. അവനെ 3000 വർഷം വ്രണങ്ങളുമായി അലഞ്ഞുതിരിയാൻ ശപിച്ചു. ഗാന്ധാരി യുദ്ധക്കളത്തിൽ വന്നു. തന്റെ 100 മക്കളുടെ മൃതദേഹങ്ങൾ കണ്ട് ആ അമ്മയുടെ നെഞ്ചുപൊട്ടി. അവർ കൃഷ്ണനെ ശപിച്ചു. കൃഷ്ണ, നിനക്കിത് തടയാമായിരുന്നു. നീ ചെയ്തില്ല. അതിനാൽ 36 വർഷം കഴിയുമ്പോൾ നിന്റെ യാദവ വംശവും ഇതുപോലെ തമ്മിലടിച്ചു നശിക്കും. നീയും അനാഥയായി കാട്ടിൽ കിടന്നു മരിക്കും. കൃഷ്ണൻ പുഞ്ചിരിയുടെ ആ ശാപം സ്വീകരിച്ചു. അമ്മേ, അതും നടക്കട്ടെ. യുധിഷ്ഠിരൻ രാജാവായി. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുറേക്കാലം കൊട്ടാരത്തിൽ കഴിഞ്ഞു. പിന്നീടവർ കാട്ടിലേക്ക് പോയി കാട്ടുതീയിൽപ്പെട്ടു മരിച്ചു. 36 വർഷം ഭരിച്ച ശേഷം കൃഷ്ണന്റെ മരണമറിഞ്ഞ പാണ്ഡവർ രാജ്യം അഭിമന്യുവിന്റെ മകൻ പരീക്ഷിത്തിനേൽപ്പിച്ചു. അവർ മഹാപ്രസ്ഥാനയാത്ര, അതായത് സ്വർഗ്ഗത്തിലേക്കുള്ള യാത്ര തുടങ്ങി. ഹിമാലയം കയറുമ്പോൾ ഓരോരുത്തരായി വീണു മരിച്ചു. ദ്രൗപദി, സഹദേവൻ, നകുലൻ, അർജുനൻ, ഭീവൻ, എല്ലാവരും. കാരണം അവർക്കെല്ലാം ജീവിതത്തിൽ ചെറിയ പാളിച്ചകൾ, അതായത് വിവേചനം, അഹങ്കാരം ഉണ്ടായിരുന്നു.
യുധിഷ്ഠിരൻ മാത്രം ഒരു നായയുടെ കൂടെ സ്വർഗ്ഗവാതിൽ വരെ എത്തി. അവിടെ വെച്ച് പരീക്ഷണം. നായ ധർമ്മദേവനായിരുന്നു. യുധിഷ്ഠിരൻ സ്വർഗ്ഗത്തിൽ കടന്നു. അവിടെ ദുര്യോധനനെ കണ്ട അദ്ദേഹം ഞെട്ടി. ഇവനെന്താ ഇവിടെ? നാരദൻ പറഞ്ഞു. ക്ഷത്രിയധർമ്മം പാലിച്ച് യുദ്ധത്തിൽ മരിച്ചതുകൊണ്ട് അവന് വീരസ്വർഗം കിട്ടി. അവന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ അവൻ അനുഭവിച്ചു കഴിഞ്ഞു. പാണ്ഡവർക്കും നരകദർശനം, അതായത് തങ്ങളുടെ പാപങ്ങൾക്ക് കുറച്ചുനേരം ലഭിച്ചു. അവസാനം എല്ലാവരും സ്വർഗ്ഗത്തിൽ ഒന്നിച്ചു. പകയില്ല, വിദ്വേഷമില്ല, ശാന്തി മാത്രം. ധർമ്മം ജയിച്ചു, അധർമ്മം നശിച്ചു. മഹാഭാരതമെന്ന ഇതിഹാസം അവിടെ പൂർണ്ണമായി. സഹോദരങ്ങളെ, ഇതാണ് മഹാഭാരതം. വെറുമൊരു കഥയല്ല, ജീവിതത്തിന്റെ എല്ലാ ഭാവങ്ങളും ഇതിലുണ്ട്. ഇന്ന് രാത്രി ഈ വലിയ കഥയുടെ സന്ദേശം ഉൾക്കൊണ്ട് മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കിവെച്ച് ശാന്തമായി ഉറങ്ങാം. അർജുനന്റെ ഏകാഗ്രതയും ഭീമന്റെ കരുത്തും യുധിഷ്ഠിരന്റെ ധർമ്മവും കർണന്റെ ദാനശീലവും ഭീഷ്മരുടെ ത്യാഗവും എല്ലാം നമ്മളിൽ തന്നെയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. ശുഭരാത്രി.